ഇന്ന് നമ്മളെ കൂടെ അല്ലേ ഷംസാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഈ 10,000 ആൾക്കാരിൽ നിന്ന് ബാക്കിയുള്ള കംപ്ലീറ്റ് ആളുകൾക്ക് സാധനം വേണ്ട എന്നുള്ളതല്ല, നമ്മളിൽ നിന്ന് വേണ്ട എന്നുള്ളതാണ്. ഇത് ഒരു ഡാറ്റയാണ്, ഇത് റിയൽ ടൈം ഡാറ്റ. എല്ലാവരുടെ അടുത്ത് ഈ ഡാറ്റ ഉണ്ട്, ഡാറ്റ ഉണ്ട്. പക്ഷെ ഈ ഡാറ്റ ആരും പരിഗണിക്കുന്നില്ല. കമന്റ്സ് വായിക്കുക, കമന്റ്സിൽ ഏത് കണ്ടന്റിന്റെ അടിയിലാണ് ഹൗ മച്ച് വരുന്നത്, ഹൗ മച്ച് ചോദിക്കൂലേ, ആ കണ്ടന്റിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. അത് ഹൈ ഇന്റന്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് കോമ്പറ്റീറ്ററിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, ബിസിനസിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. സ്വന്തം കസ്റ്റമറെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഒന്നുമില്ല. ഹുക്ക് ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഇറ്റ് സെൽഫ് പെർഫോമിംഗ് ആണ്. കറക്റ്റ്. ചെണ്ട കൊട്ടിയിട്ട് വരുന്നതും ചെണ്ട കൊട്ടാതെ വരുന്നവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആകും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ് ശരിക്കും പറയുകയാണെന്നെങ്കിൽ ഇ കൊമേഴ്സ് രംഗത്ത് ഭയങ്കരമായിട്ട് കയറാൻ പോകുന്ന ഒരു സംഭവമാണ്. ആ ഫൗണ്ടറിനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. കറക്റ്റ്. ഫൗണ്ടറിന്റെ ചെവിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ചില സീക്രട്സ് ഉണ്ടാവും പ്രോഡക്റ്റിനെ കുറിച്ച്. ശരിക്കുള്ള ഓണ്ടർപ്രണേഴ്സ് അതിന് ഓക്കെ പറയും, ശരിക്കുള്ള ബിസിനസ്മാൻ ആണെങ്കിൽ അതിന് ഓക്കെ പറയും. കറക്റ്റ്. അത് കൺവിൻസ് ചെയ്യിക്കാനുള്ള ആളില്ലാത്തതുകൊണ്ടാ. പ്രോഡക്റ്റിലും പ്ലാറ്റ്ഫോമിലും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ D2C പിടിച്ചിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണം, വിജയിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം കേരള. ആണ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഡിപ്ലോയ് AB ടെസ്റ്റ് ചെയ്യണം. അല്ലാണ്ട് AI വന്ന് പറഞ്ഞിട്ട് AI പോയി കെട്ടിപ്പിടിക്കരുത്, എടുക്കരുത്. ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സും നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സുമായിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. എല്ലാവരും വരുന്ന പോലെ ഇന്ന് എപ്പിസോഡ് 2 വേറൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളെ കൂടെ അല്ലേ ഷംസാണ്. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ പോണത് ആ ഒരു എപ്പിസോഡിന് ശേഷം എന്തൊക്കെ അവന്റെ ലൈഫ് സംഭവിച്ചു. ഷംസെ, അതിനുശേഷം സംഭവിച്ചൊരു മെയിൻ സാധനം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ബാച്ചിലർ ആയിരുന്നു, പ്രാവശ്യം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് അതിനെ പറ്റി അറിയണം. കല്യാണം ഇ കൊമേഴ്സിലൂടെയാണോ? അതെ. ആണോ? പറയൂ, എങ്ങനെയാണ്, എന്താണ് സംഭവിച്ചത്? അല്ല, അതൊരു എന്താ പറയാ, അൺഎക്സ്പെക്റ്റഡ് ആണ്. പക്ഷെ ഇ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ക്ലയന്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സെയിൽസിൽ ഉള്ള ഒരു കോണ്ടാക്ട് ആണ് സംഭവം. പ്രണയാണെന്ന് വെച്ചാൽ പ്രണയമല്ല, പക്ഷെ പ്രണയാണ്. പക്ഷെ സെയിൽസിനോടുള്ള ഒരു പ്രണയം ആണെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ നല്ലൊരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു, നമ്മൾ ഉദ്ദേശിച്ച ഫീൽഡുമായി നല്ല അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ നല്ലോണം പണിയെടുപ്പിക്കാൻ പറ്റും. ഞാൻ ആഡ്സ് കൊണ്ടുവന്ന് ആഡ്സ് വെച്ച് കസ്റ്റമറെ കൊണ്ടുവന്ന ഒരു കൺവേർട്ട് ചെയ്തോളൂ. നമുക്ക് ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ നമ്മള് ക്ലയൻസിന് പോകുമ്പോ ക്ലയൻസിന് നമ്മൾ ഏറ്റവും സഫർ ചെയ്യുന്ന സാധനം അവർക്ക് സെയിൽസ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, കരക്കട്ട ഒരാളെ കൂടെ അപ്പൊ ട്രെയിൻ ചെയ്ത് മെല്ലെ കൂടെ കൂട്ടി. ഓക്കെ, അപ്പൊ എന്തൊക്കെ സംഭവിച്ചു? നമ്മളെ കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്താണ് നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്ത്, പക്ഷെ വീണ്ടും എന്തൊക്കെ സംഭവിച്ചു അതിനുശേഷം? ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും മനസ്സിലാക്കിയത് കേരളത്തിൽ ഇ കൊമേഴ്സിൽ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് ഇത്രത്തോളം ഒരു ഗ്യാപ്പ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളത് പറ്റി പറയുന്നത്. നല്ല ഒരു ഗ്യാപ്പ് ഉണ്ട്. മാർക്കറ്റേഴ്സ് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഓണേഴ്സ് ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം, 1 മുതൽ ലെവൽ 1 മുതൽ ലെവൽ 3 വരെ ഞങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി എന്ത് ചെയ്യണം? സ്കെയിലപ്പ് ആണ് എല്ലാവരുടെ ഒരു ഇഷ്യൂ. ഈ സ്കെയിലപ്പ് എന്ന് പറയുമ്പോൾ
ഒരു ബ്രേക്ക് ഈവൻ ആയി കഴിഞ്ഞാൽ ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡ് ആയിക്കോട്ടെ നമ്മൾ ഒരു ഇനീഷ്യൽ ആഡ്സ് ഒക്കെ ചെയ്ത് കുറച്ചൊക്കെ സെയിൽ വന്നു, സെയിൽ വരുമെന്ന് മനസ്സിലായി, ആള് വർക്ക് ചെയ്താൽ വർക്കാവുമെന്ന് മനസ്സിലായി, നീ ഇവിടുന്ന് ഇതിനെ ഫാസ്റ്റ് ഗിയറിലോട്ട് ഇടാൻ എന്ത് ചെയ്യണം? ബിസിനസ്, ഇ കൊമേഴ്സ് ബിസിനസ്. ഇവിടെയാണ് കൺസൾട്ടിങ്. അപ്പോൾ ഇതിൽ 2 ഫാക്ടറാണ് ഇതിലുണ്ടാവുക. ഒന്ന് ഇൻഫ്ര, സെയിൽസ്, ഡെലിവറി, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഈ ഇൻഫ്ര പരിപാടി. അതിന്റെ കൂടെ തന്നെ മാർക്കറ്റിങ്ങും പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നടക്കൂല. കറക്റ്റ്. അവിടെ പലരും ബുദ്ധിമുട്ടുന്നു. ഇപ്പോൾ പല ഏജൻസികളെടുത്ത് പോകുന്നവരുണ്ട്, കൺസൾട്ടന്മാരെടുത്ത് പോകുന്നവരുണ്ട്, സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നവരുണ്ട്, ഇൻ ഹൗസ് ടീമുള്ളവരുണ്ട്. ഇവരൊക്കെ ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ ആഡ് കോസ്റ്റ് കൂടുക എന്നല്ലാതെ റിസൾട്ടിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരില്ല. കാരണം വരില്ല, നമുക്കും അറിയാം വരില്ല എന്നുള്ളത്. അതിന് കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം, നമ്മൾ സ്കെയിലപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ആഡ് സ്പെൻഡ് കൂട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മൈൻഡിലുള്ള കറക്റ്റ് സ്കെയിലപ്പ്. ഒരു D2C ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, അതിന്റെ പ്രോഡക്റ്റ് ലൈനപ്പിൽ വരെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ബിസിനസിന്റെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഓൾ ഓവർ UAE, അപ്പോൾ ഞാൻ ദുബായിൽ ഓൾ ഓവർ UAE ഡെലിവറി എടുക്കുന്ന ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്ക് റൺ ചെയ്ത് നമുക്കടുത്ത് ഡാറ്റ ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ ഡാറ്റ ഡ്രീവൻ ആണ്. ഡാറ്റ നോക്കി വെച്ച് നമ്മൾ മനസ്സിലാക്കണം ഇതിന്റെ എക്സാക്ട് റൈറ്റ് ഓഡിയൻസ്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ കസ്റ്റമർ ഡിസിഷൻ ജേർണി, എംപതി മാപ്പിംഗ്, ഇതൊക്കെ നോക്കി മനസ്സിലാക്കി ഈ പ്രോഡക്റ്റിന് ഇപ്പോൾ ഉള്ള ഓഡിയൻസും ഇനി ഉണ്ടായേക്കാവുന്ന കസ്റ്റമേഴ്സ് ബേസും ഏത് ഏരിയയിലാണോ ആ ഏരിയയിലോട്ട് നമ്മൾ ഡെലിവറി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെ ഇൻഫ്രയുടെ ഭാഗത്തുനിന്ന് മാറ്റേണ്ട വരുത്തങ്ങളാണ്, വരുത്തേണ്ട മാറ്റങ്ങൾ. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ ക്യൂ കൊമേഴ്സ് ചെയ്യേണ്ട അവസ്ഥ വരും. ക്യൂ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഡെലിവറി ചെയ്യേണ്ട ആ നിശ്ചിത ലൊക്കേഷനിൽ, അത് പ്രോഡക്റ്റിന്റെ സ്വഭാവത്തിനനുസരിച്ച്. അതുപോലെ തന്നെ ഒംനി ചാനൽ കയറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ലെവൽ 1 മുതൽ ലെവൽ 3 വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. മിക്കവാറും എന്തായിരിക്കും, ഓൺലൈൻ മാത്രമായിരിക്കും, ഫേസ്ബുക്ക് ആഡ്സ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, നോട്ട് ഓൺലി ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് മാത്രമല്ല, മെറ്റ ആഡ്സ് മാത്രമല്ല പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്നുള്ളത്. ഈ ഒരു ബ്രാൻഡിനെ 360 ഡിഗ്രിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇതിന്റെ അണ്ടറിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാഹനം ഹൈ സ്പീഡിൽ പോകണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്ററിൽ ചവിട്ടിക്കൊണ്ട് മാത്രം കാര്യമല്ല, വണ്ടിക്ക് ടയറിന് കാറ്റ് വേണം, ഓയിൽ വേണം, ഫുൾ ഓവർ എന്തായാലും പറയും ടോർക്ക് കാര്യങ്ങൾ വേണം, കട്ട വേണം, സാധനമാണ്. ഇതേപോലെയാണ് മാർക്കറ്റിംഗ് ഞാൻ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ആ സ്കെയിലപ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യത്തിൽ ഈ ബിസിനസ് നിന്ന് പഠിച്ച് മൊത്തത്തിൽ എന്തൊക്കെയാണ് അവസ്ഥകൾ എന്നുള്ള മനസ്സിലാക്കി, എവിടെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് എനേബിൾ ചെയ്തിട്ട് സ്കെയിൽ ചെയ്യും. ഒമ്നി ചാനൽ എന്ന് പറയുമ്പോൾ ഗൂഗിള്, ടിക്ടോക്ക്, സ്നാപ്ചാറ്റ്, വേണമെങ്കിൽ പ്രോഗ്രാമാറ്റിക്. ഓക്കെ, നമ്മളൊന്ന് പറഞ്ഞല്ലോ. ഇതൊക്കെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു കോമൺ പ്ലാറ്റ്ഫോം. ഒരുമിച്ച് ചെയ്യണമെന്നില്ല, ചെയ്യേണ്ടത് ആദ്യം ഇനീഷ്യേറ്റ്. അപ്പൊ സ്കെയിലപ്പിന് ആദ്യ ഘട്ടത്തിൽ തന്നെ നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമും വേണ്ട. ചിലപ്പോൾ ഇതിന് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ചിലപ്പോൾ ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിൽ അവിടെയും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ടച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ടോപ്പ് അവയർനെസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ബോട്ടം കവർ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോമും കൂടി വെച്ച് നോക്കും. കാരണം എന്തായാലും ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്ക് വെബ്സൈറ്റിൽ 10,000 വെബ്സിറ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷെ 5 or 6 സെയിൽസ് വരുന്നുള്ളൂ. ഈ സെയിൽ ഇത്ര വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഈ 10,000 ആൾക്കാരിൽ നിന്ന് ബാക്കിയുള്ള കംപ്ലീറ്റ് ആളുകൾക്ക് സാധനം വേണ്ട എന്നുള്ളതല്ല, നമ്മളിൽ നിന്ന് വേണ്ട എന്നുള്ളതാണ്. ഇനി നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ അവരെവിടെ പോകുന്നത്? കോമ്പറ്റീറ്റർ അടുത്ത് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കോമ്പറ്റീറ്റർ മാർക്കറ്റിംഗ് റിസർച്ച് വേറെ നടത്തും. അങ്ങനെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും കോമ്പറ്റീറ്ററിന് എത്ര ട്രാഫിക് വരുന്നുണ്ട്, അവർക്ക് ഹയസ്റ്റ് ട്രാഫിക് എവിടെ നിന്നാണ് വരുന്നത്, അവരുടെ ട്രാഫിക് ഏതാ, ചാനൽ ഏതാ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചാനലിൽ മനസ്സിലാവും. അതെങ്ങനെ? ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ വർക്ക് ചെയ്യുന്ന പെർഫ്യൂം ഇൻഡസ്ട്രി, ഏറ്റവും കൂടുതൽ പെർഫ്യൂമാണ്. പെർഫ്യൂമിൽ പല കാറ്റഗറി, B2B, D2C ഒക്കെ ഉണ്ട്. പെർഫ്യൂമിൽ ഇപ്പോൾ നമ്മളൊരു ആഡ്സ് റൺ ചെയ്തു, മറ്റേ ആഡ്സ് റൺ ചെയ്തു. ഞാൻ ഇന്ത്യൻ കസ്റ്റമറിനെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇതുവരെ വന്നത്. എനിക്ക് ഇനിയും ഇന്ത്യൻ കസ്റ്റമേഴ്സിനെ വേണം. ഞാൻ ഇതുവരെ ആഡ്സ് ചെയ്തിട്ടുള്ളത് ടിക്ടോക്ക് ആണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ്, മറ്റേ ആഡ്സ് ആണ് ചെയ്യുന്നത്. സ്കെയിലപ്പിന് വരുന്നത്. സ്കെയിലപ്പിന് വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് 3 ആൾക്കാർ എടുത്ത് വെച്ചു. ഹയസ്റ്റ് മാർക്കറ്റ് ഷെയർ ആരാ കൊണ്ടുപോകുന്നത് നോക്കും. ഇന്ത്യൻ ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ
ഇതെവിടെയാണ് കൊണ്ടുപോകുന്നത്, Okay. ആരാ കൊണ്ടുപോകുന്നത്. അതെങ്ങനെയാ നോക്കല് നോർമലി? ടൂൾസ് ഉണ്ട്. ആ. ലൈക്ക് എന്ത് ടൂൾസ്? സിമിലർ വെബ് ആ. ഫോർ എക്സാമ്പിൾ ആണ്. അങ്ങനത്തെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ആ. സിമിലർ വെബ് എടുക്കുക. ഫോർ എക്സാമ്പിൾ സിമിലർ വെബിൽ നമ്മൾ ഇട്ടു ആ. ഒരു വെബ്സൈറ്റ് നോക്കി, ഒരു വെബ്സൈറ്റിലൂടെ വരുന്ന ചാനൽസ് ട്രാഫിക് വരുന്ന ചാനൽസ് ഏതൊക്കെയാണ് നോക്കുക. ഐഡന്റിഫൈ ചെയ്ത്. ആ. ഏത് ചാനൽ എന്നാണ് ഹയസ്റ്റ് ട്രാഫിക് വരുന്നുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് 1 year ആയിട്ട് ഉം. നോക്കാം. ഇപ്പൊ ടിക്ടോക്ക് ആണെന്ന് വിചാരിക്കാം. ആ. ടിക്ടോക്ക് ആണെന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കണം ഇവർ ഏറ്റവും കൂടുതൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്? ടിക്ടോക്കിലായിരിക്കും. ടിക്ടോക്കിലാണ്. അതിനർത്ഥം അവർക്ക് അവിടെ നിന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റ്. കിട്ടാത്തൊരു സ്ഥലത്ത് അവർ ആഡ് സ്പെൻഡ് ചെയ്യില്ല. ആ. നമ്മളെ ഇപ്പോഴും മെറ്റീരിയൽ കിടന്നിട്ട് തിരിഞ്ഞളിക്കാണ്. ഇങ്ങനെയൊക്കെയാണ്. ആ. അപ്പൊ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ആ. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് സ്കെയിലപ്പിന്റെ ആദ്യ ഘട്ടത്തിൽ പരിഗണിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ. ഇതാണ് ചാനൽ, ആ. റൈറ്റ് ചാനൽ, റൈറ്റ് ടൈം, റൈറ്റ് ഓഡിയൻസ് പറഞ്ഞല്ലോ. ആ. റൈറ്റ് ചാനൽ ഫസ്റ്റ് തെരഞ്ഞെടുത്തു. ഉം. ഇനി രണ്ടാമത്തെ പ്രശ്നം, ഇതുവരെയുള്ള സെയിൽസ് ഡാറ്റ എടുത്തിട്ട് ഏത് പ്രോഡക്റ്റ് ആണ് ഹയസ്റ്റ് പോയത്, ഏത് ആ. പ്രോഡക്റ്റ് ലോവസ്റ്റ് പോയതും, കോംബോ വർക്ക് ചെയ്തിട്ടുണ്ടോ, സിആർഒയിലെ ഓരോ എലമെന്റും എത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ CRO സിആർഒ എന്ന് മീൻസ് വെബ്സൈറ്റിലെ ഓരോ എലമെന്റ്സും ഉം. സെയില് കൂട്ടിയെടുക്കാൻ വേണ്ടി ക്വിക്കായിട്ട് സെയിലോട്ട് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസ് ആണ് സിആർഒ എന്ന് പറയുന്നത്. ഈ സിആർഒ ഇപ്പോൾ അവിടെ ചിലപ്പോൾ ബണ്ടിലായിട്ടുണ്ടാവും, ആ. ചിലപ്പോൾ ഫ്രീ സാധനം ഉണ്ടാവും. അപ്പോൾ പെർഫ്യൂമിലൊക്കെ നമ്മൾ സാമ്പിൾസ് ആണ് കൊടുക്കുന്നത്. ആ. സാമ്പിൾസ് കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത ഓർഡറിൽ സാമ്പിൾസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഉം. ഫ്രീ പെർഫ്യൂമിന് ചിലപ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് ആയി കഴിഞ്ഞാൽ ഉം. ഓട്ടോമാറ്റിക് ആഡ് ആവുന്നുണ്ടാവും. ഉം. അപ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ ഇതിന് ഈ സിആർഒ നമ്മൾ ചെയ്യുന്ന ആപ്സ് ഉണ്ടാവും. ഉം. ഓക്കെ. അപ്പോൾ ബണ്ടിൽ ആഡ്സ് മാനേജ് ചെയ്യുന്ന ഷോപ്പിഫൈ ആപ്പ് ഉണ്ട്. ഉം. ഈ ആപ്പിൽ ഇതിന് അനലിറ്റിക്സ് ഉണ്ടാവും. ഈ ഒരു വർഷത്തിലെങ്കിൽ ഈ ഒരു മാസത്തിലെങ്കിൽ ഈ ആഴ്ചയിൽ ഈ ഓപ്ഷൻ വെച്ചിട്ട് എത്ര ആൾക്കാർ സെയിൽ ഉം. എടുത്തിട്ടുണ്ട്, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. കറക്റ്റ്. ഇത് ഒരു ഡാറ്റയാണ്. ഉം. ഇത് റിയൽ ടൈം ഡാറ്റ. എല്ലാവരുടെ അടുത്ത് ഈ ഡാറ്റ ഉണ്ട്. ഉം. ആ ഷോപ്പിംഗ് ഓർഗനൈസേഷൻ്റെ അടുത്ത് ഡാറ്റ ഉണ്ട്. ഉം. പക്ഷേ ഈ ഡാറ്റ ആരും പരിഗണിക്കുന്നില്ല, ഉം. റിയൽ കേസിലോട്ട് കൊണ്ടുവരുന്നില്ല. ഉം. അവിടെയാണ് ഒരു സ്കെയിൽ ഓഫ് സ്റ്റേജിൽ നമ്മൾ എടുത്തിട്ട് ഇത് പഠിക്കും. ഉം. പ്രോഡക്റ്റ് ലൈനപ്പിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഉം. ഏത് പ്രോഡക്റ്റ് പോകുന്നു, ഏത് പ്രോഡക്റ്റാണ് കാക്ക് ഏറ്റവും കുറഞ്ഞിട്ടുള്ളത്, അഥവാ കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് ഏറ്റവും കുറവ് കൊണ്ടിരുന്ന ഏതാണ്, ഉം. ഏത് ആഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ആഡ് സ്പെൻഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഉം. ഇവരെ മാറ്റാം. ഉം. ഇങ്ങനെയുള്ള കുറച്ച് പരിപാടികളാണ് ചെയ്യാം. ഉം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ആ. ഇങ്ങനെ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഉം. Okay. ഈ ചെക്ക് ലിസ്റ്റ് വെച്ച് ഇതിനെ കംപ്ലീറ്റ് പഠിച്ച് ഒരു ഗ്രോത്ത് റെഡി ആക്കിയിട്ട് ഫസ്റ്റ് മാറ്റും. ഉം. അത് ചിലപ്പോൾ ഒരു 1 month എടുക്കുന്ന ആക്ടിവിറ്റിയാണ്, 2 month എടുക്കുക. അത് എടുത്തു കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ ഈ ചാനൽ ടെസ്റ്റിംഗ് നടത്തും. ഉം. ആ സമയത്ത് സെയിലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, നിലവിലുള്ള സെയിലും ചിലപ്പോൾ കുറവായിരിക്കും, ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു റൈറ്റ് സ്ട്രാറ്റജി മനസ്സിലാക്കി ഡിഫൈൻ ചെയ്യും. പിന്നെ അതിലോട്ട് ഉം. ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഈ കറക്റ്റ് ഡാറ്റ തന്നത് ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ച അവളാണ്, അതുകൊണ്ട് കെട്ടാൻ തീരുമാനിച്ചു. അവളെ പേര് ഞാൻ പറഞ്ഞു, നസീബ. നസീബയാണ് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡാറ്റ തന്നത്, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, ഉം. കൂടെ കൂട്ടി. ഓക്കെ. തൃപ്തിയായ. ഓക്കെ. ഇനി അപ്പോ ഈ സംഭവങ്ങളുടെ സെയിൽസ് ഡാറ്റ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എന്ത് നടക്കുന്നു എന്നുള്ളത് അറിയണല്ലോ. ആ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബ്രാൻഡിനെ ഫോക്കസ് ചെയ്യുന്നത് ഉം. സ്കെയിലപ്പിൽ വരുന്നതാണ് കൺട്രി എക്സ്പാൻഷൻ, ഉം. ഓഡിയൻസ് എക്സ്പാൻഷൻ, ഉം. പ്രോഡക്റ്റ് എക്സ്പാൻഷൻ. ഉം. ഇത് മൂന്നും സ്കെയിലപ്പിൽ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. ഉം. ഇത് മൂന്നും പലരും ചെയ്യില്ല. ഉം. എന്തുകൊണ്ടാണെന്ന് അറിയും, ഇതിലൊക്കെ ഫെയിലിയർ ചാൻസ് ഉണ്ട്. ഉം. ഉള്ള പൈസ വെച്ച് മുന്നോട്ട് പോകണോ, ഉം. അല്ലെങ്കിൽ റിസ്ക് എടുക്കണോ, റിസ്ക് എടുക്കണം. അത് നമ്മള് മറ്റേ എന്തായാലും പറയാ, ഗാംബിൾ ചെയ്യണോ, ഗാംബിൾ ഇത് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ആ. പലരും എന്ത് തിരഞ്ഞെടുക്കും, ഉം. ഉള്ള ടീം വെച്ചിട്ട് തന്നെ പോയി ഉം. ഉള്ള ആഡ്സ് തന്നെ ചെയ്ത് ഉം. ഉള്ളത് വെച്ച് ഇങ്ങനെ സേവ് ചെയ്ത് പോവാം. ഉം. അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പല ബ്രാൻഡ്സും കൂടെ ഉണ്ടാവില്ല. കറക്റ്റ്. പക്ഷെ റിസ്ക് എടുക്കുന്നവരെ കൂടെയാണ് ഉം. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. Okay. കൺസൾട്ടിങ്ങിലാണെങ്കിലും പല പ്രൊജക്റ്റുകളും ഞാൻ ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ കാരണം ഉം. റിസ്ക് എടുക്കാൻ തയ്യാറാവാത്ത ഫൗണ്ടേഴ്സ്. ആ. അല്ലെങ്കിൽ മാനേജ്മെന്റ്. ഓക്കെ. അല്ല, ആ റിസ്ക് അപ്പൊ നമുക്ക് റിസ്ക് എടുക്കണമെന്നല്ല ക്ലിയറാ, പക്ഷെ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് അല്ല എടുക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാ കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കാം? അതിനാണ് നമുക്ക് ഈ D2C മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ ഡാറ്റ വെച്ച് പഠിക്കുന്നത്. അത് തന്നെ ഇതുവരെ എന്ത് വർക്ക് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇതേ ലെവലിൽ പോകണമെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാം, പുതിയ ലെവലിൽ പോകുമ്പോൾ ഇത് വർക്ക് ചെയ്യുക നമുക്ക് അറിയില്ല. കറക്റ്റ്. കോമ്പറ്റീറ്റേഴ്സിന് പഠിക്കാം. ഉം. നമ്മൾ പുതിയ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ UAE നിന്ന് ഞാൻ സൗദിയിലോട്ട് എക്സ്പാൻഡ് ചെയ്യാം പെർഫ്യൂം. അപ്പൊ UAE സൗദിയിലും ഒരുപോലെ ക്യാപ്ചർ ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഏതാന്ന് നോക്കുക, ഗ്രോ ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഏതാ നോക്കുക. അവർക്ക് അവിടെ എന്ത് നടക്കുന്നു നോക്കിയാൽ മതി. അവർക്ക് മാക്സിമം കിട്ടാവുന്ന സെയിൽസ് അത്രയും. ഒരു ഡെയിലി ഒരു 10,000 ട്രാഫിക് വരുന്നുണ്ടെങ്കിൽ
ആവറേജ് കൺവേർഷൻ റേറ്റ് 3%. അത് അവർക്ക് സ്വാഭാവികമായിട്ടും വരുന്നുണ്ടാവും. ഇനി അവരുടെ പ്രോഡക്റ്റിന് ആവറേജ് പ്രൈസ് എത്രയാണ്, അപ്പൊ അവർക്ക് ആവറേജ് വന്നിട്ടുണ്ടായേക്കാവുന്ന എമൗണ്ട് സെയിൽസ് എത്രയായിരിക്കും, അതിൽ ഇൻഡസ്ട്രിയിലെ ആവറേജ് മാർജിൻ എത്രയാണ്, എല്ലാ കോസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന പ്രോഫിറ്റ് എത്രയാണ്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങുന്നത് പ്രോഫിറ്റബിൾ ആണ്. ഏത് കോമൺ സെൻസ് ഉള്ള ആൾക്ക് നോക്കാൻ പറ്റും, സിമ്പിൾ ആയിട്ട്. അത് നോക്കിയിട്ട് നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ടല്ലോ, ആഡ്സ് ഇടുക, ഇത്ര ഇട്ട് കഴിഞ്ഞാൽ ഈ ഇൻഡസ്ട്രിയിൽ ഇത്ര കിട്ടും, കറക്റ്റ്. ഇത് വെച്ചൊരു പ്രൊജക്ഷൻ കൊടുക്കും, അത് വെച്ച് വർക്കൗട്ട് ആയി. ഓക്കെ. അപ്പൊ ഇത് ആഡ്സ് ചെയ്യുമ്പോൾ ഈ SEO പാർട്ടും പിന്നെ കോണ്ടന്റ് പറഞ്ഞ സാധനം ഉണ്ട്, ഇതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്യാ? അതായത് നിങ്ങൾ ആവശ്യമുള്ളവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അധികം ആൾക്കാർക്കും അത് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. അവർക്ക് തന്നെ ഓൾറെഡി SEO ഏതെങ്കിലും ഫ്രീലാൻസേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഏജൻസി ആയിട്ടോ ഉണ്ടാവും. ആഡ്സ് ചെയ്യുന്ന ഏജൻസി തന്നെ ഉണ്ടാവും. കറക്റ്റ്. അവരോട് നമ്മൾ പറയും SEO ആണെങ്കിൽ അവരോട് ചോദിച്ചോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തരാം, പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ്. ടോപ്പ് എക്സ്പെർട്ടുകളാണ് നമ്മളായിട്ട് കൂടെ ഉള്ളത്. ചെയ്യുമ്പോൾ നിലവിലുള്ള കോസ്റ്റ് എക്സ്പെക്ട് ചെയ്ത് വരരുത്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യേണ്ടി വരും. ഒരു മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പവർഫുൾ ആക്ടിവിറ്റീസ് വേണ്ടി വരും, പവർഫുൾ പീപ്പിൾ വേണ്ടി വരും. പവർഫുൾ പീപ്പിൾ ഉണ്ടെങ്കിൽ പവർഫുൾ ആവാം അല്ലേ? ഓക്കെ. അപ്പോ പിന്നെ ഇതിന്റെ അകത്ത് പെർഫോമൻസ് ആഡ്സിൽ ഏറ്റവും ബിഗസ്റ്റ് ഫാക്ടർ പറഞ്ഞാൽ കോണ്ടന്റ് ആണെന്ന് മനസ്സിലാക്കണത്. ആ ഏരിയയിൽ എങ്ങനെയാണ് നിങ്ങൾ അത് ഫിഗർ ഔട്ട് ചെയ്യല്? നമ്മൾ തന്നെ ഒരു പ്രൊജക്ട് മേലെ ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എടുത്ത് നമുക്ക് ഒരു പ്രൊജക്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊജക്റ്റിൽ കയറി നമ്മളത് ക്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യം, ഒന്ന് എന്ത് പറയണം എന്നുള്ള ആദ്യം ഡിഫൈൻ ചെയ്യണം. രണ്ട്, ഈ പറയുന്നത് ആര് പറഞ്ഞാൽ കേൾക്കും അത് ഡിഫൈൻ ചെയ്യണം. കേട്ടിട്ട് എപ്പോൾ ആക്ഷൻ എടുക്കുന്നത് ഡിഫൈൻ ചെയ്യാം. എപ്പോൾ ആക്ഷൻ എടുക്കും ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ആട്രിബ്യൂഷൻ പീരീഡ് വെച്ചിട്ടാണ് നോക്കുന്നത്. ആര് പറഞ്ഞാൽ കേൾക്കും. പ്രൊജക്ടിന്റെ പേര് കൂടി പറയാം, abidarrashid.com. യെസ്. ഓക്കെ. അപ്പൊ ആര് പറഞ്ഞാൽ കേൾക്കും? ഫസ്റ്റ് പാർട്ടി പറഞ്ഞാൽ കേൾക്കും. ഫസ്റ്റ് പാർട്ടി ആരാ? ഓണേഴ്സ് അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ്, പെർഫ്യൂം അല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡ് പറയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഇതാണ്, ഇതിന് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇത് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സാധനമാണ്, ഇത്ര ലോങ് ഇത്ര സംഭവം ഉണ്ട്. ഫസ്റ്റ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ. മറ്റേ സെക്കൻഡ് പേഴ്സൺ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ യൂസേഴ്സ്, നമ്മളെ കസ്റ്റമേഴ്സ് പറയാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഇത്ര ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യം. ഓക്കെ. മൂന്നാമത്തത് തേർഡ് പേഴ്സൺ, അത് മേ ബി ഇൻഫ്ലുവൻസേഴ്സ് ആവാം, കൊളാബറേറ്റേഴ്സ് ആവാം, ആക്ടേഴ്സോ എന്തും ആവാം. ഓക്കെ. ബേസിക്കലി ഇൻഫ്ലുവൻസ് ഇല്ല ആരും, അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റും. ഇൻഫ്ലുവൻസ്ഡ് ആയി കൊണ്ടുവരണം. കറക്റ്റ്. ഇതാണ്. അപ്പോ ഈ 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ക്രിയേറ്റീവ്സിൽ എപ്പോഴും വേണ്ടത്. ഈ 3 ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എവിടെ കൊടുക്കണം എന്നുള്ളതാണ് പെയ്ഡ് ആർട്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പൊതുവെ ചെയ്യുന്നത് എന്താ, കൺസിസ്റ്റന്റ്ലി ഓർഗാനിക് കണ്ടന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറയും. കറക്റ്റ്. ടീമിനോട് ചെയ്യാൻ പറയും. നമ്മൾ ചെയ്യാം, അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ ചെയ്യുന്നുണ്ടാവും. അതെ, കൺസിസ്റ്റന്റ്ലി ചെയ്യണം. എന്ത് ട്രെൻഡ് വന്നോ ട്രെൻഡ് പിടിച്ചോ, എന്തൊക്കെ മൊമെന്റ് മാർക്കറ്റിംഗ് എന്താന്ന് വെച്ചാൽ ചെയ്തോ, പ്രശ്നമല്ല. നമ്മൾ നോക്കി ഇതിൽ ഏത് സാധനമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ചെയ്ത് നോക്കും. പേഴ്സണലി ഞാൻ നോക്കുന്നത് ഇതിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. അവർ ഇ-കൊമേഴ്സ് ബ്രാൻഡ് ഓണർ എപ്പോഴും നോക്കേണ്ട ഒരു ഫാക്ടർ അതാണ്. കമന്റ്സ് വായിക്കുക. കമന്റ്സിൽ ഏത് കണ്ടന്റിന്റെ അടിയിലാണ് ഹൗ മച്ച് വരുന്നത്, ഹൗ മച്ച് ചോദിക്കൂലേ, ആ കണ്ടന്റിന്റെ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മതി. അത് ഹൈ ഇന്റന്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഓക്കെ. ആ പ്രോഡക്റ്റ് അപ്പോൾ ആവശ്യമുള്ളതിന് മുമ്പിലോട്ടാണ് ആ കണ്ടന്റ് ഓർഗാനിക് കണ്ടന്റ് വരുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ട് സ്വയം നിലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ഓഡിയൻസും റൈറ്റ് ടാർഗറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സ്വയം നിലയിൽ സ്വയം പെർഫോം ചെയ്യുന്ന സെൽഫ് പെർഫോമിങ് ചെയ്യുന്ന കണ്ടന്റുകളെ ആണ് നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് റൂട്ട് എടുക്കുന്നത്. എന്തിന്, ഇത് കുറച്ച് ഇതേ കണ്ടന്റ് സെയിം സാധനമാണെങ്കിൽ ഇതിന്റെ പാറ്റേൺ ഉള്ള കണ്ടന്റ് കറക്റ്റ് ആയിട്ട് ടാർഗറ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് ഉറപ്പിക്കാൻ പറ്റും. അവിടെ കൺവേർഷൻ റേറ്റ് നമുക്ക് വാച്ച് ചെയ്താൽ മതി. ഓരോ കണ്ടന്റിന്റെയും കൺവേർഷൻ റേറ്റ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ക്യാമ്പയിന്റെയും കൺവേർഷൻ റേറ്റ് എന്താണ്, ഓരോ ICPയുടെയും കൺവേർഷൻ റേറ്റ് എന്താണ്. ഇപ്പൊ പെർഫ്യൂം എടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോ ഈ പറഞ്ഞ ഇതെടുക്കാം, ഏത് അബിദാർ റഷീദ് ഇതെടുക്കാം. അപ്പോ ഒരു ബിരിയാണി മസാല കൂട്ടാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് ഇതിന്റെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈലായിട്ട് വരാൻ ചാൻസ് ഉള്ളത്? ഒന്ന്, ആരാണോ കുക്ക് ചെയ്യുന്നത് അവരാണ് ഇതിന്റെ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ. കറക്റ്റ്. രണ്ട്, കുക്ക് ചെയ്യുന്നത് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത് ആരൊക്കെയാണ്? കുക്ക് ചെയ്യുന്നവർ ആഗ്രഹിക്കും, ഇത് കഴിക്കുന്നവർ ആഗ്രഹിക്കും. കറക്റ്റ്. ആര് കുക്ക് ചെയ്യുമ്പോ
കുക്ക് ഭർത്താവ് ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നത് നല്ലതാവണോ നല്ലതാവണം എന്നുള്ളത്. ആ. പിന്നെ ചെയ്യുന്നവർ ഇതപ്പോൾ ആഗ്രഹിക്കും ഇവർക്ക് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ, ഫുഡിൽ നിന്ന് നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുമ്പോൾ അത് വരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പൊ ഇതിൽ ഏത് പോയിന്റിനെയാണ് ഈ പ്രോഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ബിരിയാണി മസാല ആണെങ്കിൽ അതിന്റെ സ്മെല്ല്, വിളമ്പുമ്പോഴുള്ള സ്മെല്ല്, അതിന്റെ ടേസ്റ്റ്, കാര്യങ്ങൾ സ്പോട്ടില് ഫീഡ്ബാക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. അത് കുക്ക് ചെയ്യുന്നവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന സാധനമാണ്. സോ നമ്മൾ തേർഡ് പാർട്ടി കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണെങ്കിൽ അത് ആരെ വെച്ച് നടത്തണം? അത് കഴിക്കുന്നവരെ അല്ല, ഇൻഫ്ലുവൻസേഴ്സിനല്ലേ തേർഡ് പാർട്ടി. അപ്പോൾ നമ്മളവിടെ കുക്കിംഗ് ചാനലുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുക്ക് ചെയ്യുന്നവരെയോ എടുക്കണം. സെക്കൻഡ് പാർട്ടിയും പറ്റും. കാരണം അവരാണ് ഇതിന്റെ കറക്റ്റ് സാധനം പറയേണ്ടത്. അവരുടെ കോൺഫിഡൻസ് ആണ് മറ്റുള്ളവർക്ക് കിട്ടേണ്ടത്. ഇതൊരു ICP ആണ്. സെക്കൻഡ് ICP ആഗ്രഹിക്കുന്നവരാണ്, കുക്കിംഗ് നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവർ. സ്വാഭാവികമായി കഴിക്കുന്നവരുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും, ആരും ഉണ്ടാവും. ഇവർ ഈ പ്രൊഡക്റ്റിനെ എങ്ങനെ കാണും? ഇവർ ഈ പ്രൊഡക്റ്റിനെ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റ് ആയിട്ടായിരിക്കില്ല കാണുക. ഒരു ഗിഫ്റ്റിംഗ് പ്രൊഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെന്റ് പ്രൊഡക്റ്റ് ആയിട്ടോ ഒക്കെ ആയിരിക്കും കാണുക. അവരിലോട്ട് ആഡ്സ് പോകുമ്പോൾ അങ്ങനെ പോകണം. അപ്പൊ ഒരു ബിരിയാണി മസാലക്ക് ആണുങ്ങളിൽ എന്ത് കാര്യം എന്ന് ചോദിക്കാൻ പറ്റൂല. ഒരാണ് ചിലപ്പോ ഇതൊരു സ്ത്രീക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? പറയാതെ ചെയ്യേണ്ടി വരും, നീ ചെയ്യുന്ന പോലെ. ഓക്കെ, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഒരു ഫാക്ടറാ. ഇത് വെച്ചോ ഗിഫ്റ്റ്, എന്റെ വക ബിരിയാണി മസാല, ബിരിയാണി ഒന്നും കൂടി നന്നാവും. അപ്പോ ഇതൊക്കെ ഇതിന്റെ ഫാക്ടറാ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഡിയൻസിന്റെ എമ്പതിയിൽ ഇറങ്ങി പഠിക്കണം എന്താണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ ചിലപ്പോൾ അതിന് കുക്കിംഗ് ചാനലുകൾ കാണേണ്ടി വരും. പൊതുവെ ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടെടുത്തോളം സ്കെയിലപ്പിനെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യുന്നൊരു സാധനം. കാരണം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒരുപാട് കൺസൾട്ടിങ് മീറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങൾ അവർക്ക് കോമ്പറ്റീറ്ററിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്, ബിസിനസിനെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. സ്വന്തം കസ്റ്റമറെ കുറിച്ച് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. ഒന്നുമില്ല. നിങ്ങളുടെ കസ്റ്റമർ ഇപ്പൊ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു, ചായ കുടിക്കുന്നു എന്ന് വയ്ക്കുന്ന പോലെ ഇതിന് ആൻസർ ഇല്ല. ഇതിന് ആൻസർ ഇല്ലാത്തോടത്തോളം കാലം ഒരു D2C പ്രൊഡക്റ്റ് ആട്ടോ ഞാൻ പറഞ്ഞു. D2Cയിൽ വലിയൊരു ഭാവി പ്രതീക്ഷിക്കണം. ഇത് നിങ്ങൾക്കൊരു സ്വയം തൊഴിലായിട്ട് തോന്നുന്നതുകൊണ്ട് മാത്രം D2C ചെയ്യരുത്. കസ്റ്റമറിന് വേണ്ടിയിട്ട് ചെയ്യണം. കസ്റ്റമർ എന്ന് ഈ ഉപയോഗം നിർത്തുന്ന അന്ന് നമ്മൾ ഇത് തീരും. അതെ, അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു. അവരുടെ ഓർമ്മകളിലും അവരുടെ പ്രശ്നങ്ങളിലും സൊല്യൂഷൻ ആയിട്ടും അവരുടെ നല്ല ഓർമ്മകൾക്ക് ഒരു സപ്പോർട്ടായിട്ടൊക്കെയാണ് D2C തരേണ്ടത്. അത് സാറ്റിസ്ഫൈ ചെയ്യാതെ നിന്ന് കഴിഞ്ഞാൽ സ്കെയിലപ്പ് എന്ത് ചെയ്തിട്ടും കാര്യമില്ല, സ്കെയിലപ്പ് ആവില്ല. അതാണ് ഞാൻ e-commerce എന്ന് പഠിച്ചൊരു പാഠം. അത് ഫില്ല് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ക്ലയൻസിനെ കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ഫസ്റ്റ് പറയുമ്പോൾ അവർക്ക് തോന്നുന്നത് എന്താണ് ഇല്ലോജിക്കലാണല്ലോ, ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പം എന്താ കാര്യം, അതിനപ്പം നിങ്ങളുടെ അടുത്തേക്ക് വന്ന ആഡ്സ് ചെയ്യാനല്ലേ വന്നത്. ഞാൻ നിങ്ങൾക്ക് ആഡ്സ് ചെയ്ത് തരും, എത്ര ആഡ് സ്പെൻഡ് ആണ്. പക്ഷെ ഓർഡർ ഇവിടെ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. ഓർഡർ വരണം എന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നവരുടെ മൈൻഡിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കണം, അവരെ ട്രിഗർ ചെയ്യിപ്പിക്കണം. അതിനെന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യാമെന്നാണ്. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് ഇത് തന്നെ എടുക്കാം, ബിരിയാണി മസാല തന്നെ എടുക്കാം. കംപ്ലീറ്റ് നമുക്ക് ഫ്രെയിം വർക്ക് തന്നെ പുറത്തിടാം. എങ്ങനെയാണ് ആ ആഡ് ആക്ച്വലി ഫംഗ്ഷൻ ചെയ്യുന്നത്? നമ്മൾ ഓർഗാനിക് കണ്ടന്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്നത് മെറ്റാ ആഡ്സിന്റെ മുകളിലാണ്. എങ്ങനെയാണ് ആ ഒരു ഫണൽ, അല്ലെങ്കിൽ ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ ഒക്കെ ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇപ്പൊ ആഡ് നിങ്ങൾ ചെയ്യുന്നത്? നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാൽ മെറ്റ മാത്രം ആണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ്. എന്നാൽ നമുക്ക് അത്യാവശ്യം സെയിൽ ആയി വരുന്നുണ്ട്. ബിക്കോസ് അത് ആ സെയിൽ കഴിയാൻ മീൻസ് അതും നമ്മൾ ഫുള്ള് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പ്രൊഡക്ഷൻ പൊട്ടും, സാധനം വിൽക്കാൻ സാധനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതാ പറഞ്ഞത്. അപ്പോ ഇതില് സിമ്പിളാ പക്ഷെ പവർഫുള്ളാ. അതാണ് ഇതിന് ഞാൻ പറയുന്ന ഒരു കാര്യം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ടീമിനോട് എപ്പോഴും പറയുന്ന ഒരു സാധനം, ആഡ് അക്കൗണ്ട് മോണിറ്റർ ചെയ്യാൻ വരട്ടെ, ആദ്യം ഈ ഇൻഡസ്ട്രിയിൽ ഒന്ന് കയറി ഇറങ്ങാം. ഇങ്ങനെയുള്ള സർവ്വ ആഡിലും കയറി ക്ലിക്ക് ചെയ്യാം. എന്തെല്ലാം ഫുഡ് പ്രോഡക്റ്റ് കിട്ടുമോ ആ വീക്കിൽ കംപ്ലീറ്റ് പിക്ക് ചെയ്യുക. അവരുടെ എല്ലാ ഫണലിലും കയറി ഇറങ്ങാം. നമ്മുടെ മുമ്പിൽ എന്തെല്ലാം ആഡ്സ് വരുന്നുണ്ട്, ആ വരുന്ന ആഡ്സ് നമുക്ക് എത്രത്തോളം കൺവിൻസിങ് ആണെന്നുള്ളത് നിങ്ങളൊരു കസ്റ്റമറായി മാറുക ഫസ്റ്റ്. തന്നെ ഞാൻ ചോദിക്കും, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങൾ വാങ്ങാൻ തോന്നുന്നുണ്ട് ഏതെങ്കിലും പ്രോഡക്റ്റുകൾക്ക് വാങ്ങാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആഡ്സ് നമ്മളൊന്ന് ഫസ്റ്റ് നോക്കും. ഓക്കെ, അവരൊരു വർക്കിംഗ് ഫാക്ടർ ഉണ്ടാവും. പിന്നെ നമ്മൾ പൊതുവെ പറയുന്ന പോലെ, എല്ലാവരും പറയുന്ന പോലെ തന്നെ ആഡ്സ് ലൈബ്രറി പോവാം,
ഉം. അവിടെ ഏറ്റവും ടോപ്പിൽ റണ്ണിങ് ആയിട്ട് ആഡ് നോക്കാം. ഉം. ഇപ്പോ ടോപ്പ് റണ്ണിംഗ് ആണ് ഏറ്റവും മുമ്പ് ഇട്ട അല്ലേ? ഇപ്പൊ ആ ലൈബ്രറിയിൽ ഒരു ഓപ്ഷനും കൂടി വന്നിട്ടുണ്ട്. ആ. ഈ ലോ പെർഫോം ആണെന്ന് കാണിക്കും. കാണിക്കൂ. ഓക്കെ. ഈ ആഡ് ലോ പെർഫോം ആണെന്ന് അവിടെ ഇത് കാണിക്കും. ആ. ഒന്നുമില്ല. അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാല് നമുക്ക് ഒരു ഐഡിയ കിട്ടും ആ. വാട്ട് ഈസ് പിക്ചർ എന്നുള്ളത്. ഉം. ഓക്കെ. ഉം. എന്നിട്ട് ഈ ബ്രാൻഡിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉം. നമുക്ക് ഫണലും ചെയ്യാം, ഫണൽ ഇല്ലാതെയും ചെയ്യാം. 2 ക്യാമ്പയിന് നമ്മൾ ചെയ്യാം. ഓക്കെ. ഒരു ഫണൽ ക്യാമ്പയിൻ ഉണ്ട്, വിത്തൗട്ട് ഫണൽ ക്യാമ്പയിൻ ഉണ്ട്. ആ. വിത്തൗട്ട് ഫണൽ ക്യാമ്പയിൻ ആർക്കാണ്? ഈ പ്രോഡക്റ്റ് ഇപ്പൊ കിട്ടിയ ഇപ്പൊ വാങ്ങും. ബോട്ടം ഓഫ് ദ ഫണൽ റെഡി ടു ബൈ 3% പീപ്പിൾ ഓഫ് ദ മാർക്കറ്റ് അവരെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ഒരു സെയിൽ ക്യാമ്പയിന് ആദ്യം ഇങ്ങോട്ട് വരും. ഉം. ഈ സെയിൽ ക്യാമ്പയിന് ഓടി റെഡി ആവുമ്പോൾ ആദ്യത്തെ ട്രാക്ഷൻ സെയിൽ വരുമല്ലോ. സ്വാഭാവികമായിട്ടും ഓണർ ഹാപ്പി ആകും. ഷോപ്പിഫൈയിലേക്ക് മാറ്റി സെയിൽ വന്നു, എന്തൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യും. കറക്റ്റ്. റെഡി വെയിറ്റ് ചെയ്യും. ഈ സമയം നമ്മൾ ആദ്യം കച്ചവടം കൊടുക്കുക. അതാണ് പൈസ വെട്ടിയില്. എന്നിട്ട് പ്രോസ്പെക്ടിങ്. ഫസ്റ്റ് അവയർനെസ് ലെവലിലോട്ട് പ്രോസ്പെക്ടിങ് ലെവലിൽ നമ്മൾ ICP ബേസിൽ ക്യാമ്പയിൻസും ആഡ് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ക്രിയേറ്റീവ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ക്രിയേറ്റീവ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യും. ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യും. ഒരു ക്യാമ്പയിനിൽ എത്ര ആഡ്സ് ഉണ്ടാവും? അങ്ങനെ ആവും പ്രോസ്പെക്ടിങ് ക്യാമ്പയിനിൽ. പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർ പ്രോഡക്റ്റ് ആണ് പ്രോസ്പെക്ടിങ് പോവാ. ഓക്കെ. ഒരു പ്രോഡക്റ്റിന്റെ ഒരു പ്രോസ്പെക്ടിങ് അങ്ങനെ പോവാ. അതിനകത്ത് എത്ര ആഡ്സ് ഉണ്ട്? അതല്ലാതെയും ചെയ്യാട്ടോ. അപ്പൊ ഒരു പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഡക്ട്സ് ഇടാം. ഞാൻ പ്രോബ്ലം. പക്ഷെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എനിക്ക് എന്റേതായ ചില സീക്രട്ടുകളായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോ പ്രോസ്പെക്ടിങ് പ്രോഡക്റ്റ് ഒന്ന് പ്രോസ്പെക്ടിങ് ഇത് അതിന്റെ ഉള്ളിൽ ആഡ് സെറ്റ് ഉണ്ടാവും. ഈ ആഡ് സെറ്റിന്റെ ഉള്ളിൽ അതിൻ്റെതായ റീസൺ ബേസിൽ അത് തരം തിരിച്ചിട്ടുണ്ടാവും. ഇടുമ്പോ ഈ ക്യാമ്പയിനാണ് നമുക്ക് മുന്നിൽ ഓടുന്നത്. എന്തിന്? വഴി വെട്ടി വെക്കാൻ വേണ്ടിട്ട്. ഈ റെഡിയാക്കി വെച്ചോ, ആൾക്കാർ റെഡിയാക്കി വെച്ചോ, ഞാൻ വരാം. ഏറ്റു വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ വീഡിയോസ് ഉണ്ടാവും, സ്റ്റാറ്റിക് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അത് നോർമൽ ചിലപ്പോൾ ഒരു ട്രാഫിക് ക്യാമ്പയിൻ ആയിരിക്കാം, ചിലപ്പോൾ അതൊരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ആയിരിക്കാം, ചിലപ്പോൾ പ്യൂർലി ഒരു ബ്രാൻഡ് അവയർനെസ് ക്യാമ്പയിൻ ആയിരിക്കും. അത് ആ പ്രോഡക്റ്റിന് അല്ലെങ്കിൽ ആ ബ്രാൻഡിന് നിലവിൽ അവൈലബിൾ ആയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും ഏത് ക്യാമ്പയിൻ വിടണം എന്നുള്ളത്. ഓക്കെ. ചിലപ്പോൾ എൻഗേജ്മെന്റ് ക്യാമ്പയിൻ, കാരണം അത് ഓഡിയൻസിന്റെ ഒരു ബിഹേവിയറും കൂടി പഠിക്കും. ഈ ഓഡിയൻസ് എൻഗേജ് ബേസിൽ വരുന്ന ഓഡിയൻസ് ആണ്, അതല്ല വീഡിയോ വ്യൂസേജ് ചെയ്ത് വരുന്ന സംഭവം ചെയ്യും. ഇതിൽ തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന് 2 പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ ഇടും. ഒന്ന് സ്റ്റാറ്റിക് അവയർനെസ് അങ്ങനെയുള്ള ഒരു സംഭവമാണ്. പിന്നെ വീഡിയോ വ്യൂ എത്ര വരുന്നുണ്ട് നോക്കിയിട്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ നമ്മൾ അതാ ചെയ്തത്. ഒരു നല്ലൊരു ലോങ് ഫോം കണ്ടന്റ് വിട്ടു വെക്കും. ഇത് ആളുകൾ കൺവിൻസിങ് ആണ്. അത്യാവശ്യം 15% അല്ല 15 സെക്കൻഡ് ഒക്കെ ഹോൾഡ് റേറ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഹോൾഡ് റേറ്റ് വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓഡിയൻസിനെ അങ്ങോട്ട് മാറ്റി വെക്കും. കസ്റ്റമർ ഓഡിയൻസിൽ അങ്ങോട്ട് മാറ്റി വെക്കും. ഈ വീഡിയോ തന്നെ എല്ലാ വീഡിയോസും 15 സെക്കൻഡ് കണ്ടവരൊക്കെ ഞാനൊന്ന് ഇങ്ങോട്ട് മാറുന്നവർക്കുള്ള സ്ട്രാറ്റജി പറയാണ്, മാറിക്കാത്തവർക്കുള്ള സ്ട്രാറ്റജി പറയണം. മാറി നിൽക്കാത്തവർക്ക് നമ്മൾ വീണ്ടും അടുത്ത പ്രോസ്പെക്ടിങ്. അപ്പൊ എന്തുകൊണ്ട് മാറില്ല ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആഡ്സ് കറന്റിൽ എവിടെയാണ് ഡെലിവർ ആയിക്കൊണ്ടിരിക്കുന്നത്, ഏത് ജെൻഡറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഏജ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിലവിലുള്ള CTR, ഓരോ ആഡ്സിനും CTR എന്താണ്, ഈ ആഡ് CTR ആണ് ക്ലിക്ക് ത്രൂ റേറ്റ്. എത്ര ആൾക്കാർ കണ്ടാൽ എത്ര ആൾക്കാർ ക്ലിക്ക് ചെയ്തു. പിന്നെ ഹുക്ക് റേറ്റ്, ഹോൾഡ് റേറ്റ്. ഹുക്ക് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ. ഹോൾഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 സെക്കൻഡ് കംപ്ലീറ്റ് ചെയ്തത്. 3 സെക്കൻഡ് മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്കിന്റെ ടാക്ടിക് വെച്ചിട്ട് ചിലപ്പോൾ കയറുന്നതായിരിക്കും. ബിരിയാണി ഹുക്കി ഞെട്ടിക്കൽ, മനസ്സിലായി. ഈ പരിപാടികളൊക്കെ വേണം നിൽക്കുന്നതായിരിക്കും. അപ്പൊ ഞാൻ 2 തരത്തിലുള്ള സാധനങ്ങൾ അതിലുണ്ട് എന്ന് ഉറപ്പിക്കും. എങ്ങനെ? ഹുക്കില്ലാതും വിടും, ഹുക്കില്ലാത്തും വിടും. ഹുക്ക് കൊണ്ട് ചിലപ്പോൾ വിടുന്ന, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹുക്ക് കൊണ്ട് മാത്രം കാണുന്നതായിരിക്കും. ഓഡിയൻസ് ആയിക്കൊള്ളണമെന്നില്ല. ഹോൾഡ് വരുന്നുണ്ടെങ്കിൽ 15 സെക്കൻഡെങ്കിലും ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഹോൾഡ് ആണ്. പക്ഷെ ഹുക്ക് ഇല്ലാണ്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഇല്ല, ഓനെ ഹുക്കിറ്റ് 15 സെക്കൻഡ് വരെ ആണല്ലോ. പക്ഷെ എനിക്ക് ഒരു കുറച്ച് ഫാക്ടറും കൂടി എനിക്ക് അവിടെ കിട്ടാണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹുക്ക് ഇല്ലാതെ കാണുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് ഇറ്റ് സെൽഫ് പെർഫോമിംഗ് ആണ്. കറക്റ്റ്. ഹുക്കില്ലാതെ നമ്മൾ പ്രത്യേക ടാക്ടിക് ഒന്നും ഉപയോഗിക്കാതെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ റൺ ചെയ്തൊരിക്കുന്ന ഓഡിയൻസും പെർഫെക്റ്റ് ആണ്. മനസ്സിലായ? ചെണ്ട കൊട്ടിയിട്ട് വരുന്നവരും ചെണ്ട കൊട്ടാതെ വരുന്നവരും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആകും. അപ്പൊ അത് ഞാൻ വാച്ച് ചെയ്യും, ഏത് വീഡിയോക്കാണ് അത് വരുന്നത്. പിന്നെ അപ്പൊ ആ ആഴ്ചയിലെ ആഡ് എവിടെ ഓടുന്നു എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. ആഴ്ചയിൽ വരുന്ന എൻക്വയറീസ് തൊട്ട്. അപ്പൊ നോർമലി പ്രോസ്പെക്ടിങ്ങിൽ നമ്മളിതിൽ കൂടുതൽ അത് ചെയ്തിട്ടില്ല.
വാട്സപ്പ് ക്യാമ്പയിന് വിടും പ്രോസ്പെക്റ്റിങ്ങിൽ. ഉം. എന്നിട്ട് വാട്സപ്പ് ക്യാമ്പയിനിൽ ചാറ്റ് ചെയ്തിട്ട് ഏത് ലൊക്കേഷനിലാണ് ആഡ് എന്നുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലാക്കും. ഉം. ഇന്ത്യൻ ലെവൽ മനസ്സിലാക്കും. ഉം. ഇവയിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഉം. ഇതിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോസ്പെക്റ്റിംഗ് ക്യാമ്പയിൻ ഒന്ന് വിട്ടു, ഉം. അതിന് പിന്നാലെ ഒരു കൺവേർട്ടിംഗ് ക്യാമ്പയിന് ഉം. ബാക്കിൽ വിട്ടു. ഉം. എന്നാണ് നമ്മൾ ചെയ്തത്. ഇത് രണ്ടിലുള്ള ക്രിയേറ്റീവ്സ് എന്ത് വേണമെന്നുള്ളത് ആ. നമ്മൾ ഡിസ്കസ് ചെയ്ത് കിട്ടും. അതിൽ സ്റ്റാറ്റിക്സ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. അപ്പൊ ഓർഗാനിക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ കേസിൽ ഉം. ഓർഗാനിക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ തന്നെ പ്രോസ്പെക്ടിങ് ക്യാമ്പയിൻ ഓർഗാനിക് അല്ലേ? യെസ്, ഓഫ് കോഴ്സ്. ആ. പക്ഷേ അതിന് ചെലവുണ്ട്. എന്ത് ചെലവ്? ഈ പ്രോസ്പെക്ടിങ്ങിന് ചെലവുണ്ട്. ആ, ഓക്കെ. ആഡ് സ്പെൻഡ് ഉണ്ട്. ആഡ് സ്പെൻഡ്. ആഡ് സ്പെൻഡ് ഇല്ല. ഉം. ആഡ് സ്പെൻഡ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ് പെർ അക്വസിഷൻ അല്ലെങ്കിൽ കാക്ക് വാല്യൂ കൂടും. ആദ്യത്തെ ഓർഡർ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഓർഗാനിക് ചെയ്തോണ്ടേക്കണം. ചെയ്തുകൊണ്ടേയിരിക്കണം. അതല്ലെങ്കിലും ചെയ്യണം. ഉം. ഫേസ്ബുക്കിന് അറിയണ്ടേ ഉം. നമ്മള് കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉം. അല്ല നമ്മൾ ഫുൾ ഒരു ബിസിനസ് മാത്രം മുന്നിൽ കണ്ട് പ്ലാറ്റ്ഫോമിനെ യൂസ് ചെയ്യുന്നവരല്ല എന്നുള്ളത് ചെയ്യാം. പിന്നെ എല്ലാവരും പറയുന്ന പോലെ തന്നെ കണ്ടന്റിൽ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു മാർക്കറ്റർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്ററെ കൂടെ തന്നെ ഒരു കണ്ടന്റ് സ്പെഷ്യലിസ്റ്റും വർക്ക് ചെയ്യണം. രണ്ടുപേരും ഒന്നിച്ചിരുന്ന് വർക്ക് ചെയ്ത് രണ്ടുപേരും ഫാക്ടേഴ്സ് എടുത്ത് മെട്രിക്സ് എടുത്ത് ഡിസ്കസ് ചെയ്താൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇത് കയറ്റിക്കൊണ്ടിരുന്നത്. കണ്ടന്റ് ശരിക്കും ഇപ്പൊ നിങ്ങൾ ഇത്രയും വർക്ക് ചെയ്ത് ഇപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആബിദ റഷീദ് പ്രൊജക്ട് ഉണ്ട്. ഇനിയൊരു വമ്പൻ പ്രൊജക്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോബബ്ലി 2 ദിവസം കൊണ്ട് ഓൺ ആവും. അപ്പം ഇത് റിലീസ് ആകുമ്പോഴത്തേക്ക് ആ പ്രൊജക്ട് ഓൺ ആവും. അപ്പം എക്സാക്ട്ലി ഇപ്പം നിങ്ങൾക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫ്രെയിം വർക്ക് തരണമെങ്കിൽ എങ്ങനെ തരും? സ്കെയിലപ്പ് കണ്ടന്റിലല്ലേ? കണ്ടന്റിൽ. യെസ്, കണ്ടന്റിൽ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് GPT അടിച്ചു കഴിഞ്ഞാൽ GPT കുറച്ച് ഫ്രെയിം വർക്ക് തരും. ഏഡാ മോഡല്, പാസ് മോഡല്, അങ്ങനെ കുറെ മോഡൽസ് ഉണ്ട്. ഈ മോഡൽസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആർക്കാണെങ്കിലും മോഡൽസ് കിട്ടും. ഇതിനൊക്കെ ഒരു പ്രശ്നം എന്താണോ, ഈ ഫ്രെയിം വർക്ക് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾ ഫ്രെയിം വർക്ക് വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ ഒരു കണ്ടന്റ് ജനറേഷൻ അതിന്റെ ഡ്യൂട്ടി ഉള്ള ഒരു ഇന്റേണോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലോ കണ്ടന്റ് ഉണ്ടാക്കാൻ വന്നു പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഫ്രെയിം വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിം വർക്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഈ ഫ്രെയിം വർക്കിനെ വാലിഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമുണ്ട്. ഞാൻ ഈ ഫ്രെയിം വർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെ വർക്കാവും. മനസ്സിലായി? കരാട്ട പഠിച്ചിട്ട് നാടൻ തല്ലിന് പോയ അവസ്ഥ. അത് എവിടൊക്കെയാ എന്താ എടുക്കണ്ടേ എന്നുള്ളൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ഈ കോമൺ സെൻസ് ആണ് ആദ്യത്തെ സാധനം. അപ്പോ ഇപ്പത്തെ ഒരു ബിഹേവിയർ വെച്ച് ഞാൻ മനസ്സിലാക്കിയത് കണ്ടന്റ് ബിയോണ്ട് ദ ഫ്രെയിം വർക്കാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അൺപ്രഡിക്റ്റബിൾ ആണ്. കാരണം ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തിനെ ഏത് സമയത്ത് ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ സിറ്റുവേഷനിൽ നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ മസ്കാബണ്ണും ചായയും മസ്കാബണ്ണം നമുക്ക് കിട്ടാത്തതല്ല, ചായ നമുക്ക് കിട്ടാത്തതല്ല. അതല്ല, എന്തിന്റെ പിന്നാലെയാണ് ഓഡിയൻസ് ഓടിയത്? സ്റ്റോറി. മനസ്സിലായി? അപ്പോൾ സ്റ്റോറി ഒരു ഫാക്ടറാണ്. പക്ഷെ എല്ലായിടത്തും സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റൂല, എല്ലായിടത്തും സ്റ്റോറി സെല് ചെയ്യാനും പറ്റൂല. കറക്റ്റ്. ഒന്നെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഫാക്ടർ വേണം, അല്ലെങ്കിൽ കോൺട്രവേഴ്സറി ഫാക്ടർ വേണം, അല്ലെങ്കിൽ ഒരു സെന്റിമെന്റ് വേണം. മനസ്സിലായത്? എക്സാമ്പിൾ അൺഎക്സ്പെക്റ്റഡ്, കോൺട്രവേഴ്സി, സെന്റിമെന്റ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇനിയും പോകും. ഓക്കെ. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഇറാനി ചായ ഒരു അൺഎക്സ്പെക്റ്റഡ് സാധനം. മാർക്കറ്റിൽ ഷവായ, മന്തി, ഇത് കളിക്കുന്ന സമയമാണ്. ഇവിടെ എന്താണ് ഇപ്പൊ ഒരു ചായക്ക് അല്ലെങ്കിൽ ഒരു മസ്കാബണ്ണ് ചായ, മസ്കാബണ്ണ് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. പക്ഷെ എല്ലാവരും ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നുള്ള ഒരു തോട്ടുണ്ട്, ഒരു അൺഎക്സ്പെക്റ്റഡ് തോട്ടുണ്ട്. ഇതിന്റെ പുറത്തൊന്ന് പോയോക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു സാധനം. അതാണ് ഈ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞത്. ചിലപ്പം ഞെട്ടിക്കൽ ബിരിയാണി ഒരിതാണ് അൺഎക്സ്പെക്റ്റഡ് ബിരിയാണി ആണല്ലോ. ഞെട്ടിക്കൽ മാത്രമല്ല അതിന്റെ കൂടെ ഇട്ടിട്ടുള്ളൂ. അതൊക്കെ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രെൻഡ് കയറി വരുന്നു. ആൾക്കാർ പുതിയത് ട്രൈ ചെയ്യാൻ ശ്രമിക്കുന്നു, പോയി ട്രൈ ചെയ്യുന്നു. ഷാൻ ഡാൻസ് കളിക്കുന്നു, അൺഎക്സ്പെക്റ്റഡ് സാധനമാണ്.
ഈ സാധനം ഇത് വർക്ക് ചെയ്യും എപ്പോഴും എപ്പോഴും വർക്ക് ചെയ്യില്ലല്ലോ. ഇല്ല. ആ. അതാണ് ഞാൻ പറഞ്ഞത്. ഷാൻ സ്ഥിരം ഡാൻസ് കളിച്ചാ പോയി. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഷംസ് കല്യാണം കഴിക്കുന്നു. ഓ മോനെ. ആ. രണ്ടാമത്തെ സ്റ്റോറി. സ്റ്റോറി എന്താ? സ്റ്റോറിയാണ് ഇപ്പൊ നമ്മള് പറയുന്നത്. ഇപ്പൊ ചില ഇൻഫ്ലുവൻസേഴ്സ് ബിസിനസ് പൊട്ടിയിട്ട് രണ്ടാമത് തിരിച്ചു വരുന്നു. ഇപ്പൊ ദുബായിൽ നമുക്കൊരു ഇതുണ്ട്. ഇപ്പൊ അസറൻസ് എന്നുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡ് ഉണ്ട്, അറിയാലോ അല്ലെ? പുള്ളിന്റെ എന്ന് വെച്ചാൽ പുള്ളി ഒരു വ്ളോഗർ ആയിരുന്നു. ഈ വ്ളോഗർ, അയാൾ വ്ളോഗർ ആവുന്നതിന് ഒരു സ്റ്റോറി ഉണ്ട്, വ്ളോഗർ ആയിട്ട് പെർഫ്യൂം സെല്ലർ ആയതിന് വേറെ സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറിയാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പൊ അസറൻസ് എന്നുള്ള ആളുടെ ഒരു ക്രെഡിബിലിറ്റി പ്രൊഫൈല് അവിടെ യൂസ് ആയി വരുന്നുണ്ട്. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ നടത്തുന്ന കച്ചവടം, അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ ഉണ്ടല്ലോ ഒരു സ്റ്റോറി ഉണ്ട്. അമിതാഭ് റഷീദിന്റെ സ്റ്റോറി ഉണ്ട്. കറക്റ്റ്. മനസ്സിലായി? ആ സ്റ്റോറി ലെഗസി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തോ ആവാം, സ്റ്റോറി ഉണ്ട്. അടുത്തത് അപ്പൊ ആ സ്റ്റോറി വീണ്ടും വീണ്ടും പറയാം. സ്റ്റോറി പല രൂപത്തിൽ ആ സ്റ്റോറി പറയാം. അതെയാണ്, പല രൂപത്തിൽ ആ സ്റ്റോറി പറയാം. സ്റ്റോറി കേട്ടവര് സ്റ്റോറി പറയാ, സ്റ്റോറി അറിഞ്ഞവര് സ്റ്റോറി എന്താന്ന് നോക്കുക. അതൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രാറ്റജീസ് ആണ്. മൂന്നാമത്തെ കാര്യം സെന്റിമെന്റലാണ്. സെന്റിമെന്റലാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള തെരുവില് കച്ചവടത്തിന് നിൽക്കുന്ന ഒരു സംഭവം. മസ്റ്റാണ് ഒരിക്കലും പട്ടിണി കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കൊണ്ട് വരുന്ന സംഭവമല്ല. നേരെ മറിച്ച് 2 മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് വഴിയറകിൽ ഫ്രൂട്ട്സ് വെക്കുന്ന ആളുകളെ വീഡിയോ എടുത്തിട്ട് ആൾക്കാർ പെട്ടെന്ന് ഹിറ്റാക്കി കുട്ടികളെന്ന് ചെയ്യുന്ന അങ്ങനെയുള്ള സെന്റിമെന്റൽ സംഭവങ്ങൾ ഉണ്ടല്ലോ. ഈ സെന്റിമെന്റൽ സാധനങ്ങൾ മാർക്കറ്റിൽ വർക്ക്ഔട്ട് ആവും. നമ്മള് ഇത് വാച്ച് ചെയ്യണം. അതിനാണ് ഞാൻ ഓർഗാനിക് പറഞ്ഞത്. ഇത് കണ്ടിന്യൂസ്ലി എന്ത് നടക്കുന്നു എന്ന് വാച്ച് ചെയ്ത് മാർക്കറ്റിന്റെ പൊട്ടൻഷ്യൽ എവിടേക്കാണ് വരുന്നതെന്ന് നോക്കിയിട്ട് ക്ലോസ്ലി വാച്ച് ചെയ്തിട്ട് അതിന്റെ ബിഹേവിയർ മനസ്സിലാക്കാം. ഈ ഓഡിയൻസ് എന്തിൻ്റെയൊക്കെ പിന്നാലെ ഓടാം. ഓക്കെ, അതാണ് വേണ്ടത്. ഇപ്പോൾ കുക്കിങ്ങിൽ റെഡിമെയ്ഡ് മസാലകളുണ്ട്, അതുപോലെ തന്നെ ഹോം മെയ്ഡ് മസാലകളുണ്ട്, ബ്രാൻഡഡ് സംഭവങ്ങളുണ്ട്, പ്രീമിയം ഉണ്ടാവും ചിലപ്പോൾ. കറക്റ്റ്. അങ്ങനെയുള്ള സംഭവം. ഇതിൽ എന്തിന്റെ പിന്നാലെയാണ് ആളുകൾ പോവുക എന്നുള്ളത് നമ്മൾ പഠിക്കണം എന്നാണ്. ഇപ്പൊ ഒരു ബിരിയാണിക്ക് ഒരു മസാല ഇടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് നാട്ടിൽ. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി ഞാൻ ടോപ്പ് എന്ന് വിചാരിച്ചു നിന്ന് ആ കോൺഫിഡൻസിൽ ബിരിയാണി ഉണ്ടാക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാൾ എന്തെങ്കിലും ഒരു സാധനം ഇതിലുണ്ടെങ്കിലോ എന്ന് വെച്ചാൽ ട്രൈ ചെയ്യാൻ വരിക്കുന്നുണ്ടോ. ചിലപ്പോൾ സ്വന്തം ബിരിയാണി തീരെ കോൺഫിഡൻസ് ഇല്ലാതെ ഇത് ഇട്ടാലേ എന്റെ ബിരിയാണി ചെയ്യുന്നവരുണ്ടാവും. ഈ കാറ്റഗറിക്ക് ഇതിൽ വരുന്ന സംഭവങ്ങളാണ്. നമ്മളിങ്ങനെ ഇരുന്ന് എഴുതും. ICP, പെയിൻ പോയിന്റിലുള്ള ബെനിഫിറ്റ്സ്, ആ ബെനിഫിറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള വേ ഓഫ് ആഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് പാർട്ടി ആണോ, സെക്കൻഡ് പാർട്ടി ആണോ, തേർഡ് പാർട്ടി ആണോ, അതിൽ തന്നെ വീഡിയോ ആണോ, സ്റ്റാറ്റിക് ആണോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ മിനിമം ഒരു ആഡ് സെറ്റ് ലോഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 6 ക്രിയേറ്റീവ്സ് ആണ് പോകും. 6 കണ്ടന്റ് വേണം. അങ്ങനെ പോകും. ഓക്കെ, ഇതൊക്കെയാണ് സ്കെയിലിപ്പിന്റെ ലെവലിലോട്ട് പോകുമ്പോൾ. എത്ര ബഡ്ജറ്റ്? ഈ ബഡ്ജറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ബഡ്ജറ്റ് അങ്ങനെ ഡിഫൈൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കുറച്ചൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് CPI വരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. CPI എന്താണ്? കോസ്റ്റ് പെർ ആക്ഷൻ. എത്രയാണ് ഇപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ആവണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ കൺവേർഷൻ ആഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, സെയിൽ ആഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ, സെയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമ്മൾ പേയ്മെന്റ് പിടിക്കുള്ളൂ. അപ്പോൾ അതിനെത്രയാണ് വരുന്നത് അത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് വർക്ക് ആവുണ്ടോ ഇല്ലേ. ഫേസ്ബുക്ക് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഓഡിയൻസിനെ കൊണ്ട് അങ്ങനെ ബാക്കിൽ നമുക്ക് ഡാറ്റ ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഓഡിയൻസ് പരിപാടി ഉണ്ട്. കസ്റ്റം ഓഡിയൻസ് കാര്യങ്ങളും ഒക്കെ നോക്കുമല്ലോ. പിന്നെ നമ്മൾ അഡീഷണൽ പുറത്തുനിന്ന് ഡാറ്റ കിട്ടുമെങ്കിൽ അതും നമ്മൾ അതിലോട്ട് യൂസ് ചെയ്യും. പ്രോഗ്രാമാറ്റിക് അങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ വലിയ ടെക്നോളജി വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കേസിൽ ഇനി അടുത്തൊരു സാധനം, നിങ്ങളിപ്പം മെറ്റാഡ്സിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ ഇനി യൂട്യൂബ് ആഡ്സ് വരുമ്പോഴും ഇതേ സെയിം സ്ട്രാറ്റജി ആണോ? ഇല്ല, യൂട്യൂബ് ആഡ്സിൽ എന്താ ചെയ്യാ? യൂട്യൂബ് ആഡ്സിൽ നമുക്ക് ചെയ്യേണ്ടി വരിക എന്തായാലും കുക്കിംഗ് ചാനലുകളെ ടാർഗറ്റ് ചെയ്യേണ്ടി വരും. കുക്കിംഗ് ചാനൽ കാണുന്നിടത്ത് ആയിരിക്കും ഇത് ആദ്യം കൺസിഡർ ചെയ്യപ്പെടുക. കറക്റ്റ്, നമ്മുടെ ആഡ്സ് അല്ലേ. പിന്നെ എനിക്കൊന്നും ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഷോർട്സ് ആണ്. യൂട്യൂബ് ഷോർട്സ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നു. ഷോർട്സിൽ ആഡ് കയറി വന്നതിൽ തന്നെ ഓക്കെ റെഡിയാവും. അപ്പൊ നമുക്ക് ഇനി അത് ചെയ്യേണ്ടതുണ്ട്, വേണ്ടി വരും. കാരണം ഒമ്നി ചാനൽ നമ്മൾ എടുക്കേണ്ടി വരും. കറക്റ്റ്. പിന്നെ
വേറെ സംഭവമുണ്ട്, സെർച്ച്. കാരണം അവിടെ ഓൾറെഡി നമ്മൾ ഓർഗാനിക് വെച്ചിട്ട് പിന്നെ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചൊരു ഓഡിയൻസ് ഉണ്ട് വിച്ച് ഇസ് അൺടച്ച്ഡ്. അതാണ്. പിന്നെ ഇന്ത്യൻ ഡ്രിവൻ കസ്റ്റമേഴ്സ് അഥവാ ഇൻബൗണ്ട് കസ്റ്റമേഴ്സ് ആണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന കസ്റ്റമേഴ്സ്. ഈ കസ്റ്റമർ എവിടെ പോകുന്നു, ഇതിനോട് തുല്യമായിട്ടുള്ള ഇപ്പോൾ പ്രോഡക്റ്റ് സെർച്ചിൽ പലതും വരുന്നുണ്ട്. ഇപ്പോൾ ഒരു അപ്ഗ്രേഡ് പ്രോഡക്റ്റ് എന്നുള്ള ലെവലിൽ ആയി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്, നോർമലി നമ്മളൊരു പ്രോഡക്റ്റിന് വേണ്ടി സെർച്ച് ചെയ്യുന്നു, അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ അതിൻ്റെ ലേറ്റസ്റ്റ് ഇന്നോവേഷൻ മോഡൽസ് കാണുന്നു. അവസാനം ചിലപ്പോൾ അധികം ഇന്നോവേഷൻ മോഡൽ ഒന്ന് സെർച്ച് ചെയ്യാം. അത് ഒരു ബ്രാൻഡഡ് ഫാൻ അല്ലെങ്കിൽ നമ്മൾ അത് എടുത്ത് നോക്കും, അതെങ്ങനെ ഉണ്ടെന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഇത് ഈ ഗൂഗിൾ സെർച്ചിലൊക്കെ നടക്കും. നോർമൽ മസാലപ്പൊടി വാങ്ങുന്നവന് ഒരു എന്തുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് കൂടാ എന്നുള്ളത്, പക്ഷെ ട്രൈ ചെയ്യുന്ന ഒരു ബിഹേവിയർ എവിടെയുള്ളത്, ഏത് ലൊക്കേഷനിലാണ് ഉള്ളത്, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുള്ളൂ. പക്ഷെ ഗൂഗിൾ ആഡ്സും ഇതിൽ വർക്കാവും, നന്നായിട്ട് വർക്കാവും. ഓക്കെ. പിന്നെ കമ്മ്യൂണിറ്റി ബിൽഡിങ് കാര്യങ്ങൾ. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നിങ്ങൾ ചെയ്യല്? നമുക്ക് ചെയ്യാൻ എന്താണ് കമ്മ്യൂണിറ്റി? അത് ആദ്യം ഡിഫൈൻ ചെയ്യും. 2 തരം കമ്മ്യൂണിറ്റി ഉണ്ട്. പേഴ്സണൽ ട്രസ്റ്റിന്റെ പേരിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്, പ്രോഡക്റ്റ് ട്രസ്റ്റിന്റെ പേരിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. പ്രോഡക്റ്റിനോട് ഫാനായിട്ട് വരുന്ന കമ്മ്യൂണിറ്റീസ് ആ പ്രോഡക്റ്റിന്റെ ഓഫേഴ്സും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാറുണ്ട്. അങ്ങനെ സംഭവങ്ങളുണ്ട്. എന്ത് ഗ്രൂപ്പ്? വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളും ചെയ്യാം. ഇപ്പൊ നമുക്ക് ദുബായിലുള്ള 1-2 കസ്റ്റമേഴ്സ് അങ്ങനെയാണ്. നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചാ ഒരു ഹോം മെയ്ഡ് അച്ചാറുണ്ട്. ഇപ്പോൾ ദുബായിൽ നമ്മളൊരു ക്ലൈന്റ് ഉണ്ട്, ഉമ്മാ സ്പീക്കർ എന്ന് പറഞ്ഞു. അതിന്റെ കഥ ഒരു വലിയൊരു സ്റ്റോറി ആട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അത്രയും ഡെവലപ്പ് ചെയ്തൊന്നും ബ്രാൻഡ് അറിയാം. അത് നമ്മളെ കമ്മ്യൂണിറ്റി അല്ലേ? അതെ, പറഞ്ഞ ഇക്കോ മെമ്പർ അല്ലേ. അപ്പോ ഞങ്ങള് ചെയ്തൊരു ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില ഓഫേഴ്സ്, ഈ ഓഫേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താവും, ആളുകൾ കമ്മ്യൂണിറ്റിയിൽ നിൽക്കും. അത് പ്രോഡക്റ്റ് കമ്മ്യൂണിറ്റിയാണ്. അവിടെ ബിലാലിനെ അല്ലെങ്കിൽ ഉമ്മനാരും അറിയില്ല, ഉമ്മാസിനെ ഒന്നും അറിയില്ല. ആ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ്, അത് ഉപയോഗിച്ചവർ വേണ്ടി ഉപയോഗിക്കും, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രാറ്റജിയാണ് അഡ്മിൻ ഓൺലി കമ്മ്യൂണിറ്റി. അത് ചിലപ്പോൾ മിഡ് നൈറ്റ് സെയിലൊക്കെ വരും, 12 to 12 എന്ത് വരും, അങ്ങനെ വരും. പിന്നെ എന്ത് ഓഫർ വരെങ്കിലും ആദ്യം കൊടുക്കാം അവർക്ക്. ഇപ്പൊ കഴിഞ്ഞ ഓണത്തിന് ഒരു പുളിഞ്ചി കൊടുത്തു, അച്ചാറിന്റെ കൂടെ പുളിഞ്ചിയാണ്. ഓണല്ലേ, ഓണത്തിനാണ് നമ്മൾ ആകെ പുളിഞ്ചിയൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോ അത് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ ഓഫർ ആദ്യം ലോഞ്ച് ചെയ്തത് എവിടെയാണ്? കമ്മ്യൂണിറ്റിയിലാണ്. സ്പെസിഫിക്. കാരണം അവരാണ് നമുക്ക് ബിസിനസ് ഉണ്ടാക്കി തന്നത്. കറക്റ്റ്. നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് കൊടുക്കണം. കറക്റ്റ്. ഇക്കോ മാഫിയ കൊടുക്കണ പോലെ നമ്മൾ ആദ്യത്തെ ടിക്കറ്റ് പകുതി വിലക്ക് ഇക്കോ മാഫിയ കൊടുക്കും. അതാണത്. അപ്പൊ അങ്ങനെ ചെയ്ത ഒരു സംഭവമുണ്ട്. പിന്നെ അതാണ് ഈ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്മ്യൂണിറ്റി. ഞാവിദ റഷീദ് വിഷയത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇതില് ആൾക്കാർ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് അല്ലേ? അതെ. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, വീക്കിലി ഇത്താൻ്റെ ഒരു Q&A സെഷൻ ഉണ്ടെന്ന് പറയും, ഡയറക്റ്റ് ചോദിക്കാം, ആൾക്കാർ ജോയിൻ ചെയ്യും. കറക്റ്റ്. ആ Q&A സെഷനിൽ അപ്പോൾ നമ്മൾ ഇറക്കാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം, അവരുടെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് വാങ്ങിക്കാം, ഇവരുടെ കറണ്ട് പെയിൻ പോയിന്റ് എന്താണെന്ന് നോക്കാം, നമുക്ക് തന്നെ അവരോട് ഡയറക്റ്റ് മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങി, റിട്ടൻഷൻ റേറ്റ് എത്രയാന്ന് നോക്കാം, എത്ര പെർസെൻറ്റേജ് ആൾക്ക് രണ്ടാമത് വാങ്ങിയിട്ടുണ്ട്, എത്ര പെർസെൻറ്റേജ് മൂന്നാമത് വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പ്രോഡക്റ്റിൻ്റെ ഒരു PMF ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഇങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബിൽഡിങ് ശരിക്കും പറയുകയാണെന്നെങ്കിൽ ഇ-കൊമേഴ്സ് രംഗത്ത് ഭയങ്കരമായിട്ട് കയറാൻ പോകുന്ന ഒരു സംഭവമാണ്. ഞാൻ വെബ്സൈറ്റ് ഓർമ്മ, ഒരു 1 month മുമ്പ് ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ഫാഷൻ വെബ്സൈറ്റാണ്, ഫാസ്റ്റ് ഫാഷനാണ് സാധനം. ഫാസ്റ്റ് ഫാഷൻ ഇങ്ങനത്തെ ഒരു ഫാസ്റ്റ് ഫാഷൻ ഞാൻ കണ്ടിട്ടില്ല. കാരണം വെബ്സൈറ്റ് പോയിട്ട് വെബ്സൈറ്റ് കയറാൻ പറ്റുന്നില്ല. വെബ്സൈറ്റ് കയറണം എന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യണം. സൈനപ്പ് ഇല്ലാതെ ഒരു പ്രോഡക്റ്റ് പോലും കാണിക്കുന്നില്ല. സൈനപ്പ് ചെയ്തു മെയിലിലോട്ടൊരു സംഭവം വന്നു. മെയിൽ വന്നത് നിങ്ങൾക്ക് ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ വെബ്സൈറ്റിൽ കയറാം, ഇല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന് നമ്മൾ സെയിൽ ചെയ്ത് തീർക്കും. കഴിഞ്ഞാൽ വെബ്സൈറ്റ് അടയും. എന്നിട്ട് അവർ പറയാം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ചെയ്യുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്യാം. അത്രേ ഉള്ളൂ സംഭവം. ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് വേറെ മാർഗ്ഗമല്ല. ഞാനൊരു പഠനത്തിന് വേണ്ടി പോയതാണ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കൂട്ടിയിട്ട വെബ്സൈറ്റിന് ഭയങ്കര കച്ചവടം, മനസ്സിലായി. അപ്പോൾ ആ ന്യൂസ് ലെറ്റർ, അപ്പൊ അവരുടെ മെയിൽ വന്ന് ഞാൻ വേഗം നോക്കൂ എന്താണ് എക്സ്ക്ലൂസീവ് ഓഫർ എന്നുള്ളത്. ആ സാധനം
ഇതൊക്കെ ചെയ്യാൻ ധൈര്യം വേണം. ഉം. മനസ്സിലായി? അത് സ്കെയിലപ്പിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഉം. ഇതൊക്കെ എവിടെ ചെയ്യാം? D2C മാർക്കറ്റിങ്ങിന്റെ ഉം. സ്കെയിലപ്പ് നമ്മൾ ഫസ്റ്റ് അവിടെ നിന്നല്ലേ തുടങ്ങിയേ. ഉം. സ്കെയിലപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അല്ല അപ്പൊ നിങ്ങൾ പറയുന്നത് ഡയറക്ട്ലി കസ്റ്റമേഴ്സിനെ മൊത്തം ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാന്നാണോ? അങ്ങനെ ചെയ്യാം. അത് പല രീതിയിൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമുക്കൊരു ഇമെയിൽ ലിസ്റ്റ് ഉണ്ടാക്കാം, ആ. അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബൾക്ക് മെസ്സേജും പ്രോട്ടോകോൾ ഉണ്ടാക്കാം, ആ. അതല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. ആ. ഓക്കെ. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡയറക്റ്റ് മീറ്റപ്പ് വെച്ചുകൂടാ കമ്മ്യൂണിറ്റിയിലാണ്? ഉം. ഉം. ഒരു ഫൗണ്ടർ ലെഡ് ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഫൗണ്ടറിനെ കണ്ടിട്ട് വരുന്ന പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടറിനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. കറക്റ്റ്. ഫൗണ്ടറിന്റെ ചെവിയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ചില സീക്രട്സ് ഉണ്ടാവും, ഉം. പ്രോഡക്റ്റിനെ കുറിച്ച് ഉണ്ടാവും. ഉം. അപ്പോൾ അത് ആയിരിക്കും ചിലപ്പോൾ ആ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രോത്ത് ഫാക്ടർ, ഉം. സീക്രട്ട്. അതൊക്കെ ചെയ്യാൻ ധൈര്യം കാണിക്കേണ്ടി വരും. ഉം. ചില ആളുകൾക്ക് ഒരു ധൈര്യം ഉണ്ടാവില്ല. ഡയറക്റ്റ് ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കസ്റ്റമേഴ്സിനോട് ഡയറക്റ്റ് പക്ഷെ അങ്ങനെ കാണിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാം. ഉം. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ. എനിക്കൊന്ന് നമ്മള് ഇപ്പം ആബത്തി ഞാനും ഒക്കെ ചെയ്യലുണ്ട്, Q&A ചെയ്യലുണ്ട്. പക്ഷെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ചെയ്യലെന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനോട് Q&A ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു സംഭവമായിരിക്കും. കിട്ടും. കാരണം ചിലത് ഓൺലൈനിൽ പറയാൻ പറ്റാത്തതോ പറയാൻ തോന്നാത്തതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഡയറക്റ്റ് പറയും. ഓക്കെ. ആ പറയുന്നവർ ശരിക്കും നമ്മുടെ ഒരു ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരും കൂടി ആയിരിക്കും. ഓക്കെ. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോസ്പെക്ടിങ് ചെയ്തു, കൺവേർഷൻ ആഡ്സ് വിട്ട് സെയിൽസ് വന്നു. ഈ സെയിൽസ് വരുന്നിടത്ത് തീർന്നില്ല. ഓക്കെ. വാട്ട് ആഫ്റ്റർ ദാറ്റ്? കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർഫ്യൂം വീണ്ടും വീണ്ടും കസ്റ്റമർ വാങ്ങിക്കണം, മസാല പൗഡർ വീണ്ടും വീണ്ടും കസ്റ്റമർ വാങ്ങിക്കണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതിന് പെർഫോമൻസ് തന്നെയാണ്. ഇതൊക്കെ പെർഫോം ചെയ്യിപ്പിക്കണമല്ലോ. അവിടെ എന്താണ് ചെയ്യാം? ഇപ്പോ നമ്മളിപ്പോ സെയിൽ വരെ എത്തി. ഓക്കെ. സാധനം വിറ്റു. സാധനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് റിട്ടൻഷൻ ബിസിനസ് ആണ്. അതെ. ഓക്കെ. ആ കസ്റ്റമറെ വീണ്ടും വീണ്ടും വരുത്തണം. റിട്ടൻഷൻ ബിസിനസ്സിൽ പല വിഭാഗങ്ങളുണ്ട്. ഒന്ന് സെയിം പ്രോഡക്റ്റ് റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അപ്പ് സെൽ ചെയ്യണം, ക്രോസ് സെൽ ചെയ്യണം, അല്ലെങ്കിൽ ഡൗൺ സെൽ ചെയ്യണം. ഹയസ്റ്റ് പ്രോഡക്റ്റ് വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് വാങ്ങിയെന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ഇല്ലെങ്കിൽ ചെറിയ നമ്മുടെ ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിപ്പിക്കണം. ഓക്കെ. കറക്റ്റ്. അല്ലെങ്കിൽ വേറൊരു പരിപാടി വെച്ചാൽ ഇതേ ഇൻഡസ്ട്രിയിൽ വേറൊരു വെബ്സൈറ്റ് വേറെ പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ട് ഈ ഡാറ്റ അങ്ങോട്ട് പാസ് ചെയ്യാം, എന്നിട്ട് അവിടുത്തെ ആഡ്സിന് ഉപയോഗിക്കാം. ബിസിനസ് മാനേജറിൽ ഓഡിയൻസിനെ ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ നമുക്ക്. ഈ ആഡ് അക്കൗണ്ടിൽ എടുത്തിട്ട് നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു അച്ചാറിൻ്റെ ഒരു ബ്രാൻഡ് ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്തു, നല്ല സെയിൽസ് കിട്ടി, നല്ല ലെവലിൽ ഹൈപ്പായി. ഒരു വേറൊരു ഫുഡ് പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം വേറെ വെബ്സൈറ്റിൽ. അതിൽ ഫസ്റ്റ് പ്രോസ്പെക്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദുബായിൽ ഈ ഒരു പ്രോഡക്റ്റ് മലയാളികളെ വാങ്ങുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ മലയാളികളെ കിട്ടാൻ അടക്കൊണ്ട് ഒരുപാട് പൈസ മുടക്കേണ്ടി വരും കറക്റ്റ് ഓഡിയൻസിലും. ഒരുപാട് പൈസ മുടക്കിയ ഡാറ്റ അവിടെ ഉണ്ട്. ആ ഡാറ്റ കൂടി ഷെയർ ചെയ്താൽ മതി. അപ്പൊ ഈ ബ്രാൻഡിന് എന്താ കാര്യം? ഏതിൽ വേണ്ടല്ലോ? പിന്നെ ഒരു ഇവരെ തന്നെ പ്രോഡക്റ്റ് അല്ലേ? ഇവരെ തന്നെ പ്രോഡക്റ്റ് അല്ലേ? ഇവരെ തന്നെ പുതിയ പ്രോഡക്റ്റ് പുതിയ ഷോപ്പിഫൈ വെബ്സൈറ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യുന്നു. അതിലോട്ടുള്ള ആഡ്സിന് ഈ ആഡ് അക്കൗണ്ട് തമ്മിൽ അല്ല, ആ വേറെ ഷോപ്പിഫൈ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിന്റെ ഉള്ളിൽ തന്നെ ചെയ്താൽ പോരെ? ഓഫ് കോഴ്സ്. ബട്ട് ചിലപ്പോൾ അത് ഓഡിയൻസ് ഓവർലാപ്പ് വരും, ചില വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഒരു സ്ട്രാറ്റജീസ് കേട്ടോ, നൈസായിട്ട് ചെയ്യാവുന്ന സ്ട്രാറ്റജീസ് ആണ്. ചിലപ്പോ ഇവരെ തന്നെ വാങ്ങിക്കണ്ട, വേറെ ഒരാളെ നിന്ന് വാങ്ങിക്കാന്ന് വിചാരിക്കുന്ന ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. കറക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും കസ്റ്റമറിന് ഇത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അയാളുടെ മുമ്പിൽ ഇപ്പോൾ നമ്മുടെ ലാബിൽ തന്നെ ആഡ് വരുമ്പോൾ പർച്ചേസ് ചെയ്യില്ല. കറക്റ്റ്. ചിലപ്പോൾ അയാൾ ഫസ്റ്റ് ട്രൈ ചെയ്യുന്ന ആളായിരിക്കും. ഇത് പുതിയ ടീമല്ല, വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാറ്. ആ സെയിലൊക്കെ ഇവിടെ കിട്ടും, പുതിയ വെബ്സൈറ്റിൽ കിട്ടും. അതുകൊണ്ടാണ് അതൊരു പ്രൊട്ടക്ഷൻ. ഇത് വേറെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ് അറിയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സ്ഥിരമായിട്ടൊരു മസാല പൗഡർ അല്ലെങ്കിൽ ഒരു പെർഫ്യൂം വാങ്ങിയിട്ടുണ്ട്. ദെൻ ഹൗ ഡു ഐ മേക്ക് ദ കസ്റ്റമർ ബൈ അഗെയിൻ ആൻഡ് അഗെയിൻ? അതിനെന്തെങ്കിലും ക്യാമ്പയിൻസ് റൺ ചെയ്യണ്ടോ? ചെയ്യേണ്ട ആവശ്യം ഉണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ. കറക്റ്റ്. സ്കെയിലപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യണം, ചെയ്തേ പറ്റൂ. അത് എത്ര ലോ കോസ്റ്റിൽ ചെയ്യാം എന്നുള്ളതാണ്. കറക്റ്റ്. കേക്ക് എത്ര കുറക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓൾറെഡി അക്വയർ ചെയ്ത കസ്റ്റമർ ആണ്. അതെ, അത് ഇമ്പോർട്ടൻ്റ്. അത് നിലവിൽ നമ്മൾ സെല് ചെയ്ത പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതിന് നമ്മളൊരു ഇത് കണക്ക് വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ആ. മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഈ റിട്ടൻഷൻ ബിസിനസ്സിൽ ഫസ്റ്റ് നമ്മൾ ഏതാ പറഞ്ഞേ, ആദ്യം കസ്റ്റമറെ കൊണ്ടുവന്നു. സെയിം പ്രോഡക്ട്സ് വാങ്ങിപ്പിക്കാം. കറക്റ്റ്. സെയിം പ്രോഡക്ട്സ് വാങ്ങിക്കണമെങ്കിൽ ഇത് പെട്ടെന്ന് തീരുന്ന പ്രോഡക്ട്സ് ആയിരിക്കണം, ആ. ഇതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കറക്റ്റ്. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പിന്നെ ബിസിനസ് ഉണ്ടാവില്ല, ഇല്ല. വേറെ കാര്യം. പിന്നെ ഇവർക്ക് ഇതിന്റെ വോളിയം കൂട്ടി കൊടുക്കണം. ഉം. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോ ഒരു അച്ചാർ സ്ഥിരമായിട്ട് വാങ്ങി കഴിച്ചൊരാൾ ബീഫ് അച്ചാറാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഒരു ചിക്കൻ അച്ചാറോ ബീഫ് അച്ചാറോ ഏതെങ്കിലും വാങ്ങിച്ചു. അപ്പൊ ഇയാൾക്ക് ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇതിന്റെ ഒരു 500 kg കിട്ടിയാൽ കുഴപ്പമില്ല, എങ്കിൽ ഒരു 1 kg കിട്ടിയാൽ കുഴപ്പമില്ല എന്നുള്ളത്. 500 kg വേണ്ട, അത് പിന്നെ നമ്മള് കണ്ടെയ്നർ ഗ്രാം. ഓക്കെ. അപ്പോ ബിഗർ വേർഷൻ വേണ്ടി വരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവരെ നമുക്ക് സീറോ കോസ്റ്റിൽ ആദ്യം എത്തിക്കാൻ പറ്റുമോ നോക്കാം. അതിനാണ് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെയ്യുന്നത്. സീറോ കോസ്റ്റിൽ അതും വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയും ഒരു പിന്നെ റീടെൻഷൻ മെക്കാനിസം ആണ് നമ്മൾ കമ്മ്യൂണിറ്റി ഫസ്റ്റ് പറഞ്ഞത്. രണ്ടാമത് നമ്മുടെ ഈ പർച്ചേസ്ഡ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് ആഡ്സ് വിടുക. ഇവർക്ക് എക്സ്ക്ലൂസീവ് ഓഫർ കൊടുക്കുക, എക്സ്ക്ലൂസീവ് ഓഫർ ഫോർ കറന്റ് മെമ്പേഴ്സ്. ഈ സാധനം കൊടുത്തു ഇവരതേ ബൈങ് പൊട്ടൻഷ്യൽ ഉള്ള ആളുകളുണ്ടാവും, ഇവർക്ക് ലുക്കലേക്കും കൊടുക്കുക. അത് പല രീതിയിൽ ഫേസ്ബുക്കാണ് തീരുമാനിക്കുന്നത് ആരെ കാണിക്കണം, എങ്ങനെ കാണിക്കണം, നമ്മൾ വഴിയൊരുക്കി കൊടുക്കുക എന്നുള്ള മാറ്റം. പിന്നെ ബാക്കി CROയിലാണ്. CROയില് നമ്മൾ 100 ഗ്രാം വാങ്ങിക്കുന്നത് 500 ഗ്രാം വാങ്ങിക്കുന്നത് 1 kg വാങ്ങിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം, അതിലുള്ള ബെനിഫിറ്റ്സ്, അതിലുള്ള പിന്നെ വാല്യൂ എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി അത് കമ്മ്യൂണിക്കേറ്റ് അത് അറിയില്ലെങ്കിൽ ഫിക്സ് മൈ സ്റ്റോർ പോലത്തെ ടൂളുകൾ യൂസ് ചെയ്യാം. എക്സാക്ട്ലി. ഓക്കെ. എന്നിട്ട് ആ പേജ് ഒന്നും കൂടി ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ. അതാണ് സംഭവം. മോസ്റ്റ്ലി ഇതങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പ് തന്നെ ഓർഡേഴ്സ്, നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ ഓർഡേഴ്സ് വരും, എന്തായാലും ഓർഡേഴ്സ് വരും. കറക്റ്റ്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് എന്തായാലും വരൂല, അവർ എപ്പോഴും പുതിയത് ട്രൈ ചെയ്യുന്നവരാണ്. അവരെ കൊണ്ടാണ് നമുക്കും ആദ്യം ബിസിനസ് കിട്ടിയത്. അവർ പിന്നെ എങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. ഒരു പ്രോഡക്റ്റ് എന്തായാലും പറയാം, പ്രോഡക്റ്റ് അഫിനിറ്റി ഇവര് റിട്ടൻഷനായിട്ട് വന്നുകൊണ്ടിരിക്കും ഇഫ് പ്രോഡക്ട്സ് പെർഫോം വെൽ. അതാണ് പിന്നെ നോക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ മാർക്കറ്റ്, പുതിയ പ്രോഡക്റ്റ് ലൈനപ്പ്, ഇത് രണ്ടും എപ്പോഴും നമ്മളൊരു കൺസിഡറേഷനിൽ വെക്കണം. പുതിയ ചാനൽ, പുതിയ ലൊക്കേഷൻ, പുതിയ പ്രോഡക്റ്റ്, ഈ 3 കാര്യങ്ങളാണ് സ്കെയിലപ്പ്. D2C പ്രോഡക്റ്റിന്റെ സ്കെയിലപ്പ് എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി പറഞ്ഞ ന്യൂ ലൊക്കേഷൻ, പുതിയ ലൊക്കേഷൻ, പുതിയ ഏരിയ, ഓക്കെ, പുതിയ പ്രോഡക്റ്റ് ലൈൻസ്, പിന്നെ പുതിയ ചാനൽസ്, മാർക്കറ്റിംഗ് ചാനൽസ്. ഇത് 3 ആണ് ഒരു സ്കെയിലപ്പിന്റെ അടിസ്ഥാന ഫാക്ടർ. ഇത് 3ലും എന്തെങ്കിലും ചെയ്യാൻ സ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്കെയിലപ്പ് ചെയ്തിട്ട് തരാം. ഓക്കെ. നിങ്ങളെ സംസാരിക്കുന്ന ഇടക്കിടക്ക് ഷോപ്പിഫൈ എന്ന് പറയുന്നത് എന്താണ്? ഈ ഷോപ്പിഫൈനോട് ഇന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് ഈ ഷോപ്പിഫൈനോടുള്ള അഫിനിറ്റി? ഷോപ്പിഫൈനോടുള്ള അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കണ്ടുകൊടുത്തോളം മാർക്കറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഷോപ്പിഫൈ ആണ്. സ്കെയിലപ്പ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇതാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നമ്മളെ കഴിഞ്ഞ പോഡ്കാസ്റ്റിന് ശേഷം ഒരു പെർഫ്യൂമിന്റെ ഒരു ബിസിനസ്, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ളത്, നല്ല മാനേജ്മെന്റ്, നല്ല സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ അതിന്റെ വെബ്സൈറ്റ് ഭയങ്കര ദുരന്തമായിരുന്നു. ഭയങ്കര ദുരന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നിശ്ചിത ട്രാഫിക് ഒക്കെ വന്നു കഴിയുമ്പോൾ വെബ്സൈറ്റിൽ നിന്ന് കിടങ്ങും. ഷോപ്പിഫൈ അല്ല, അതുകൊണ്ടാണ്. പിന്നെ കസ്റ്റമായിരിക്കും. പിന്നെ നമ്മൾ മാർക്കറ്റിംഗ് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെതായ ചില പരിപാടികൾ നമ്മൾ ചെയ്യല്ലോ, അതിനും കൂടി പറ്റണ്ടേ. നമ്മൾ എന്തെങ്കിലും ഓപ്ഷൻസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻസിലൂടെ എത്ര ആൾക്കാർ വന്നു എന്ന് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടി വരും. ചില കോഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യേണ്ടി വരും. ഇതിലൊക്കെ പ്രശ്നങ്ങൾ വരും ഈ വൂക്കോമേഴ്സ് ആകുമ്പോൾ. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ വൂക്കോമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോംസ്, ഷോപ്പിഫൈ അല്ലാത്തൊരു പ്ലാറ്റ്ഫോംസ് എടുക്കും, ഞാൻ കണ്ടിട്ടുള്ളത് നമ്മൾ ടെസ്റ്റിംഗ് പീരീഡിലോ ആദ്യത്തെ സമയത്തൊക്കെ നല്ലൊരു പെർഫോമൻസ് ഇത് കാഴ്ചവെക്കും. കാരണം കുറച്ച് ആൾക്കാരല്ലേ കയറുന്നുള്ളൂ. അപ്പോൾ ബിസിനസ് ഓണർ നോക്കുമ്പോൾ ഭയങ്കര ലോഡിങ്, ഭയങ്കര ഫാസ്റ്റ്, ഭയങ്കര പെർഫോമൻസ്. നമുക്ക് വേണ്ടിയിട്ടല്ല ഈ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്, നമുക്ക് എപ്പോഴും ഓർമ്മ വേണം, നമ്മൾ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിൽ മാർക്കറ്റിംഗ് ചെയ്യില്ലെങ്കിൽ ഇതും വെച്ചോണ്ടിരിക്കാം, നോ പ്രോബ്ലം. കാരണം മാർക്കറ്റ് ഫണ്ട് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈക്ക് മാറ്റണം. എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും താങ്ങും.
ഞങ്ങൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് മറ്റേ ബാൻഡോസിന് മുർഷിന്റെ കൂടെ ചെയ്തു. മുർഷി ആദ്യം പിന്നെ കസ്റ്റം ചെയ്തു, കസ്റ്റം വെബ്സൈറ്റ് ചെയ്തു. ഡേ 1 പൊട്ടി. കാരണം ഒരു ഓൾറെഡി നല്ല ഓഫ്ലൈൻ നല്ല ബിസിനസ്സിലാണ്, ഒരു ഫ്രീഡം സെയിലറിൽ ഭയങ്കര സെയിൽ ഇടും. ഡേ 1 പൊട്ടി. ഓക്കെ, അപ്പൊ ഒരു എന്തൊക്കെ പറഞ്ഞ് പിടിച്ചെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പം അടുത്ത ഒരു ഓപ്പൺ കാർട്ടിൽ വേറെ ഏജൻസിനെ കൊണ്ട് ഡെവലപ്പ് ചെയ്തു. സെയിം തിങ് റീലോഞ്ച് ചെയ്തപ്പോൾ വീണ്ടും പൊട്ടി. അത് വീണ്ടും നമ്മൾ എന്തൊക്കെ പറഞ്ഞ് ഇനി പൊട്ടാൻ പറ്റൂല. അങ്ങനെ ഒരു ഷോപ്പിഫൈ കണ്ടുപിടിച്ചു. ഷോപ്പിഫൈ വർക്ക് ചെയ്ത് നല്ല സെയില്, ഹയർ, അടിപൊളി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു 5-6 മാസം അത് തീരെ കഥ തീർന്നിട്ടില്ല. ഇത് തുടങ്ങണേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് ഒരു ഷോപ്പിഫൈക്ക് 2% കൊടുക്കണമല്ലോ, പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ വേറെ. അപ്പൊ എന്ത് ചെയ്ത് ഒരു വീണ്ടും വലിയൊരു ഏജൻസി ഓരോട് വീണ്ടും കസ്റ്റം ചെയ്യിപ്പിച്ച് പിന്നെയും പൊട്ടി. അതോടുകൂടി ഒരു തീരുമാനം പറഞ്ഞ് ഇനി ഒരു ഡിസ്കഷനും ഇല്ല, ഓൺലി ഷോപ്പിഫൈ. പക്ഷെ ഇതൊക്കെ കൊണ്ട് പഠിക്കണമെന്നില്ല, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഇതിന്റെ ഒരു മാർക്കറ്റിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. നല്ല സെയിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഉറപ്പുള്ള ബ്രാൻഡുകൾ നല്ല സെയിൽ തരും, ഉറപ്പാ. പക്ഷെ അവർക്ക് ഷോപ്പിഫൈ എടുക്കാൻ മടിയാണ്. എന്തിനാന്നറിയോ? ഈ പൈസ അവർക്ക് കമ്മീഷൻ കൊടുക്കണ്ടേ. കുറെ ക്യാഷ് കൊണ്ടേക്കാളിനേക്കാളും നല്ലത് കിട്ടുന്നതിന് ഒരു പൈസ കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഷെയറോ റവന്യൂ ഷെയർ ഇങ്ങനെ ഒരു സക്സസ് ഫീന്റെ ഫീനാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശരിക്കുള്ള ഓണ്ടർപ്രണേഴ്സ് അതിന് ഓക്കെ പറയും, ശരിക്കുള്ള ബിസിനസ്മാൻ ആണെങ്കിൽ അതിന് ഓക്കെ പറയും. കറക്റ്റ്. അത് കൺവിൻസ് ചെയ്യിക്കാനുള്ള ആളില്ലാത്തതുകൊണ്ടാ. അത് പ്രോഡക്റ്റിലും പ്ലാറ്റ്ഫോമിലും കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് D2C പിടിച്ചിരിക്കാൻ പറ്റില്ല. ഹയസ്റ്റ് പെർഫോമൻസ് കൊടുക്കുക, നല്ല ട്രാഫിക് വരും. നല്ല ട്രാഫിക് വന്നു കഴിഞ്ഞാൽ വന്ന ട്രാഫിക്കിനെ പിന്നെ എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് നമ്മൾ ചിന്തിക്കണം. CRO മാത്രം. പിന്നെ അല്ലാണ്ട് വെബ്സൈറ്റ് നമ്മളിപ്പോ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ ഒരു വെബ്സൈറ്റ് എടുത്താണെങ്കിൽ വെബ്സൈറ്റ് ബിൽഡിങ്ങിന് ചിലപ്പോൾ നമ്മൾ പലതും പൈസ വാങ്ങിക്കാറില്ല. വെബ്സൈറ്റിൽ ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെ ഒരു ക്ലയന്റിനെ കംപ്ലീറ്റ് വലിയ ഇ-കൊമേഴ്സ് ബ്രാൻഡ്, നല്ല ടോപ്പ് ബ്രാൻഡ്, UAE ഒരു ടോപ്പ് ബ്രാൻഡാ. പക്ഷെ അവരെ നമ്മള് ഫ്രീ ആയിട്ടാണ് മൈഗ്രേറ്റ് ചെയ്തത് ഷോപ്പിഫൈയിലോട്ട്. ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ്. വെരി നൈസ്. അതങ്ങ് സക്സസ് ഫീ കിട്ടണോണ്ടാ, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമാണ്. കറക്റ്റ്. അപ്പൊ അവര് ഷോപ്പിഫൈയിൽ അവർക്ക് ഓക്കെ അല്ല. ഞാൻ പറഞ്ഞു വെബ്സൈറ്റ് ഇടക്കിടക്ക് പൊട്ടും പ്രശ്നമൊന്നുമില്ല, നമ്മൾ നന്നാക്കി തരും, അതിന് ഫീ വേറെ തരട്ടി തരും. കാരണം നല്ല ഇതല്ലേ ചോദിച്ചതാണ്. കറക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് തരാം. ഞാൻ ഈ CRO ഉണ്ടല്ലോ, CRO റീറ്റെയിനർ ആക്കി. CRO റീറ്റെയിനർ ആക്കി. വെബ്സൈറ്റിന്റെ ഉള്ളിൽ സെയിൽ കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. ഓക്കെ. ഞാൻ കാണിച്ചോളൂ, ഇത്ര ആൾക്കാർ വന്നു, പക്ഷെ എത്ര ആൾക്കാരെ വാങ്ങിയുള്ളൂ. കസേര മാറ്റിയിടണം, ചെയർ മാറ്റിയിടണം, മനസ്സിലായോ? CRO ചെയ്യണം, അതിന് പൈസ വേണം. അപ്പൊ അതൊരു ചെറിയൊരു റീറ്റെയിനർ ആക്കിയിട്ട് അവിടെ വെച്ചു. ഈ റീറ്റെയിനർ കണ്ടിന്യൂസ് ഒരു വർഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ ഒരു പൈസ അവിടെ ആയി. കറക്റ്റ്. ഒരു 6 മാസം കൊണ്ട് തന്നെ വെബ്സൈറ്റ് ഫുള്ള് ഡെവലപ്പ് ചെയ്യാൻ പൈസ അവിടെ എത്തും. ഓർക്കും മെച്ചം അവിടെ ആ വെബ്സൈറ്റും. പക്ഷെ നേരെ മറിച്ച് ഈ ഫുൾ CRO വെച്ചിട്ട് നമ്മൾ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അപ്രൂവ് ആവില്ല. കുറച്ച് സെയില്, കുറച്ച് പൈസ, ആ ലെവലില് നമുക്ക് വർക്ക് ചെയ്യുന്നത് 2% ഉറപ്പാ. അത് അപ്പൊ ഈ ഇപ്പം പിന്നെ ഷോപ്പിഫൈ അല്ലെങ്കിൽ വേറെ ഒറ്റ സാധനം ഈ ചെയ്യൂല, എടുക്കൂല, വർക്ക് എടുക്കൂല. വർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഹൗസ് ഡെവലപ്മെന്റ് ടീം വേണം. ഓരോക്കെ സംസാരിക്കണം. അത് എടുത്തിട്ട് പൊട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രോജക്റ്റില് പൊട്ടിയിട്ടുണ്ട്. ഇൻഹൗസ് ഡെവലപ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു പ്രോജക്റ്റ് ആണ്. നമുക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഈ പരിപാടിയൊന്നുമല്ല. അഥവാ നമ്മള് സാധാരണ മഴ പെയ്യുമ്പോ ഉണ്ടാകുന്ന ഓവുചാല് ഫ്ലഡിന് പറ്റൂല, മനസ്സിലാക്കണം. കറക്റ്റ്. അപ്പൊ നമ്മള് റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചു കൊണ്ടുവരുമ്പോ അവര് പേജിലും വെബ്സൈറ്റിലും നിന്ന് നോക്കും. ആ കനം വെബ്സൈറ്റ് താങ്ങാൻ പറ്റണോ, അല്ലെങ്കിൽ ഓവുചാല് പൊട്ടും. മനസ്സിലായി, അതാണ് മെയിൻ. അപ്പൊ വരും. ഷോപ്പിഫൈയിൽ എനിക്ക് വേണ്ട ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കാനുള്ള കാരണം വെച്ചാല് ഞാൻ റവന്യൂ ഷെയറിലാണ് അയാളോട് പറയുന്നത്. റീറ്റെയിനർ അല്ല, റവന്യൂ ഷെയറിലാണ് ഇ-കൊമേഴ്സ് ചോദിച്ചിട്ടുള്ളത്. ആളെന്നെ വിളിച്ചാട്ടോ, വേറെ ക്ലയന്റിന്റെ റെഫറലിൽ വിളിച്ചാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിട്ട്. പക്ഷെ ഷോപ്പിഫൈ ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. എന്തിനാ റീറ്റെയിനർ ഒന്നോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ D2C ഇനി ഞാൻ നോക്കുന്നിടത്തോളം ഇനിയുള്ള അങ്ങോട്ടുള്ള കാലം D2Cന്റെ കാലമാണ്. ആമസോൺ വരെ അതിലോട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആമസോൺ ഇവിടെ വിയറ്റ്നാമിലോ എവിടേക്കോ ടെമൂനെ പോലെയുള്ള മാനുഫാക്ചർ യൂണിറ്റ് തുടങ്ങുന്നുണ്ടെന്ന് ഞാൻ വായിച്ചു തുടങ്ങുന്നു. എന്തിനാണത്? ആമസോൺ D2Cയിലോട്ട് പോവാണ്. ഡയറക്റ്റ് മാനുഫാക്ചറിങ് ആമസോൺ ചെയ്യുന്നു, ഡെലിവർ ചെയ്യുന്നു.
ഓൾറെഡി ഉണ്ടല്ലോ ആമസോൺ ബേസിക്സ് ഒക്കെ ഉണ്ടല്ലോ, പക്ഷെ അത് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിച്ചു. ഇത് ആമസോണിന്റെ തന്നെ വെയർഹൗസ് ടെമുനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് മുന്നുള്ള കാലം D2C ആണ്. പ്രൊഡക്റ്റിന്റെ ഡയറക്റ്റ് ഫീഡ്ബാക്ക് എടുക്കുന്നത് ആരായിരിക്കും? മാനുഫാക്ചർ തന്നെ ആയിരിക്കും. പ്രോഡക്റ്റ് ഇമ്പ്രൂവ്മെന്റിന്റെ സ്കോപ്പ് കൂടും. പ്ലാറ്റ്ഫോം ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനുള്ള എല്ലാ ടെക്നോളജി നമ്മളെ കയ്യിലുണ്ട്. ഏതൊരു ഇൻഫ്ലുവൻസർ വിചാരിച്ചാലും ഒരു D2C ബ്രാൻഡ് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അതിന് നമ്മൾ ആക്സിലേറ്റർ പ്രോഗ്രാം ക്രിയേറ്റർ അല്ലേ? കറക്റ്റ്, അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശം. അപ്പോ നമ്മൾ അങ്ങോട്ടേക്കാണ് കാണുന്നത് ചെയ്യുന്നത്. അപ്പോ അത് ആ ഒരു ബിഹേവിയർ കൂടി വരും, എന്തായാലും വരും. ഇത് ചെയ്യുമ്പോ റോങ് ആയിട്ട് പോകരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. റോങ് ആയിട്ടുള്ള സ്റ്റെപ്പ് എടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് ആ ഏരിയയിൽ കുറെ ആൾക്കാർ കയറിയിട്ടുണ്ടാവും. നല്ലൊരു ഐഡിയ നമ്മളായിരിക്കും കാണിച്ചു കൊടുക്കുന്നത്. റൈറ്റ് ആയിട്ട് ചെയ്യുന്നവൻ ചിലപ്പോൾ ഏതെങ്കിലും ആക്സിലേറ്റർ പ്രോഗ്രാമിൽ കയറിയിട്ടുണ്ടാവും. ഓനത് സ്കെയിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ മിസ്റ്റേക്ക് പറ്റരുത് എന്നിട്ടാണ് ഞാൻ ആദ്യം പറയുന്നത്. കറക്റ്റ്. D2C ചെയ്യുമ്പോൾ ഷോപ്പിഫൈയിൽ ചെയ്യാം. അത് കോഴ്സ് എടുത്തിട്ടാണെങ്കിൽ എന്താണ്ടും വേണ്ടില്ല, ഒരു ഡെവലപ്പർ വെച്ചിട്ടാണെങ്കിൽ ചെയ്യാം. ഷോപ്പിഫൈയിൽ ചെയ്യുന്നത് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ വരുന്ന സംഭവമാണെന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗിൽ ഒരുപാട് ഓപ്ഷൻസ്. ചിലപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ടെസ്റ്റ് ചെയ്യാണ്ടാവും. അത് ചിലപ്പോൾ വെബ്സൈറ്റിൽ കൊണ്ടിട്ടിട്ട് കണ്ടാവും. സെപ്പറേറ്റ് ഒരു പ്രോഡക്റ്റ് പേജ് ഉണ്ടാക്കിയിട്ട് ലാൻഡ് പേജുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ പ്രോഡക്റ്റിന് ഇത്ര കൺസേൺ കൊടുത്തിട്ട് ഇതിന്റെ A വേരിയന്റ് ആണോ B വേരിയന്റ് ആണോ വർക്ക് ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്സ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. മാർക്കറ്റിംഗ് അനലിറ്റിക്സിന്റെ ആപ്പ്, ആട്രിബ്യൂഷൻ ആപ്സ്, പിന്നെ നമ്മൾ ക്ലാരിറ്റി പോലെയുള്ള വെബ്സൈറ്റ് മോണിറ്ററിംഗ് ആപ്പ്, CRO ആപ്പ്, ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ആണ് ഇന്റഗ്രേഷൻ. അത് നിങ്ങൾക്ക് സോക്കോ ഇന്റഗ്രേറ്റ് ചെയ്യാം വിത്തിൻ സെക്കൻഡ്സ്. സോക്കോ ഫോർ വാട്സാപ്പ്. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സ് മൈ സ്റ്റോർ, കൺവേർഷൻ ഏബിന്റെ CRO കൂട്ടാൻ വേണ്ടിയിട്ടില്ലേ. അതേപോലെ വേറെ വേണ്ടി ഒരു അപ്സൽ, മറ്റേ ഹെലിക്സോ ആപ്സ് പോലത്തെ അപ്സൽ ആപ്സ് വേണ്ടി വരും. GST ആപ്പ് വേണ്ടി വരും. ഗോകിക്ക് പോലെയുള്ള ചെക്ക്ഔട്ട് ആപ്സ് വേണ്ടി വരും. ഇതൊക്കെ വിത്തിൻ സെക്കൻഡ്സ് ആണ് ഷോപ്പിഫൈ എന്ന പ്ലാറ്റ്ഫോമിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. ഇതൊക്കെ വേറെ വെബ്സൈറ്റിലാണെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ ലോഡ് അങ്ങോട്ട് കൂടും. ഫംഗ്ഷനും വർക്ക് ചെയ്യില്ല, വെബ്സൈറ്റും വർക്ക് ചെയ്യില്ല. ഒന്നാമത് ഇവരൊന്നും അതിനു വേണ്ടി ബിൽഡ് ചെയ്യുന്ന പോലും ഇല്ല, അത്രേ ഉള്ളൂ. അപ്പൊ ചെയ്യുന്നുണ്ടെങ്കിൽ ഷോപ്പിഫൈയിൽ ചെയ്യാം, അത്ര ഞാൻ പറയും. അപ്പൊ ഇപ്പൊ നിങ്ങൾ 2 തരം സാധനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് ഇന്ത്യയില്, കൂടുതലും കേരളത്തിൽ പാൻ ഇന്ത്യ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഇന്ത്യൻ ബ്രാൻഡ്സും ചെയ്യുന്നു, നിങ്ങൾ UAE ബ്രാൻഡ്സും ചെയ്യുന്നു. എന്താണ് നിങ്ങൾക്ക് തോന്നിയത് മൊത്തത്തിൽ ആ ഒരു സെഗ്മെന്റിൽ? എന്താണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൂയിങ് ഇൻ ഇന്ത്യ ആൻഡ് ഡൂയിങ് ഇൻ UAE? ഓക്കെ, എന്റെ ഓഡിയൻസിനോടാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ D2C ബ്രാൻഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇൻഡസ്ട്രിയിൽ ജീനിയസോ മാസ്റ്ററോ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നെറ്റ്വർക്ക് ഇല്ല, എന്തെങ്കിലും ചെയ്യണം, വിജയിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഇറ്റ് ഫ്രം കേരള. ഓക്കെ, ചെലവ് കുറവാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം, മാർക്കറ്റ് വല്ലാതെ ചതിക്കൂല. കാരണം ഒരു സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ ആഡ് ഡെലിവർ ചെയ്യുമ്പോൾ ഇവിടെ അത് കാണാൻ മലയാളികൾ മാത്രമേ ഉള്ളൂ. മലയാളികളുടെ പൊതു ബിഹേവിയർ എന്താ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ദുബായിലാണെങ്കിൽ UAE ഒരു സ്ക്വയർ കിലോമീറ്ററിൽ എത്ര രാജ്യം ഉണ്ടാവും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റൂല. കറക്റ്റ്. ഇത് നമ്മൾ ഉദ്ദേശിച്ച ഒരു നീശ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അൺലിമിറ്റഡ് കോമ്പറ്റീഷൻസ് ഉണ്ട്, എല്ലാവരും ഹൈ ആഡ് സ്പെൻഡും ആയിരിക്കും. അവിടെ ഒന്ന് ട്രൈ ചെയ്യരുത്. അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നാട്ടില് PMF ഇടുക. മാർക്കറ്റ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, പ്രോഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് എക്സ്പാൻഷൻ പ്ലാനിൽ മാത്രം എന്ത് ചെയ്യാം, മുമ്പാലോട്ട് വരിക എന്നുള്ളതാണ്. കാരണം ഞാൻ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളത്തില് ക്രിയേറ്റീവ്സ് ആണെങ്കിലും എന്താണെങ്കിലും ജനറൽ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാരണം ആൽഗോരിതം നമുക്കൊക്കെ സെർവ് ചെയ്യുന്ന ഒരേ സാധനമാണ്. ദുബായിൽ വന്നിട്ട് ആൽഗോരിതം നമ്മളൊരു മലയാളിയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിസ്രിൻ്റെയോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇന്തോനേഷ്യ, എത്യോപ്യനെ അല്ലെങ്കിൽ ഒരുപാട് കൺട്രീസ് വരില്ല. യൂറോപ്യൻസിന്റെ പോലും നമുക്ക് കാണിക്കൂല. കാരണം അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ഓർഗാനിക് ആൽഗോരിതം ഞാൻ പറഞ്ഞു, ഓർഗാനിക്കലി തന്നെ അങ്ങനെ വരില്ല. അതങ്ങനെയാണ് അവിടുത്തെ ഒരു ഡാറ്റ ഭയങ്കര സ്മൂത്ത് ഇന്റഗ്രേഷൻ ആണല്ലോ, അതുകൊണ്ട് അതങ്ങനെ പോകും. അതുകൊണ്ട് ആഡ് ടാർഗറ്റ് ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉമാസ് പിക്കിൾസിന്റെ കാര്യം,
നമ്മൾ ശരിക്കും അവിടെ സ്റ്റാർട്ട് ചെയ്ത സാധനം ആ. സംരംഭ കറക്റ്റ്. അത് വിജയിക്കാൻ ഒറ്റ കാരണം ആ. ആഡ്സ് റണ്ണത് ഇന്ത്യൻ മണിയിലാണ്. ആ ഓക്കെ. മനസ്സിലായി? ആഡ്സ് ഇന്ത്യൻ മണിയിൽ വരുന്നപ്പോൾ നമ്മൾ പിടിച്ചടിച്ച് റൺ ചെയ്ത് ആ. പുള്ളി നമുക്ക് ഫുള്ള് Access ഉണ്ട്. ഫുൾ ആക്സസ് എത്ര വെച്ചാൽ സ്പെൻഡ് ചെയ്ത് പറഞ്ഞിട്ട്, ആ. പക്ഷെ അത് പിടിച്ച് സ്പെൻഡ് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെസ്റ്റ് ചെയ്ത് കയറണം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷെ അവിടെ നമ്മൾ മലയാളികൾ മാത്രം ഫോക്കസ് ചെയ്ത് കണ്ടന്റ് മലയാളികൾക്ക് വേണ്ടി മാത്രം ചെയ്തു. ഉം. അതിന്റെ പേജിലും പോയേക്കാവുന്നേ നമ്മൾ എന്തൊക്കെ ഉം. കണ്ടന്റ് ആഡ്സ് ലൈബ്രറി പോയി പരീക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രൊഫൈലിൽ പോയി നോക്കിയാൽ മതി, ഉം. കറക്റ്റ് ആയിട്ട് കിട്ടും. ഉം. അങ്ങനെ ഇപ്പൊ പെർഫ്യൂമിലാണെങ്കിൽ കുറെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം മലയാളി ഒരു പെർഫ്യൂമിനെ കാണുന്ന പോലെയല്ല ഒരു അറബി ഒരു പെർഫ്യൂമിനെ കാണുന്നത്, യൂറോപ്പിനെ ഒരു പെർഫ്യൂമിനെ കാണുന്നത്, ഉം. ഈവൻ ഒരു ഫിലിപ്പീനി പെർഫ്യൂമിനെ കാണുന്നത്. ഉം. നമ്മളെ തന്നെ ഒരു ക്ലൈന്റ് ഉണ്ടായിരുന്നു, അവരുടെ പെർഫ്യൂം ഫിലിപ്പീൻസിന് ഭയങ്കര ഹിറ്റാണ്. ആ. ഫിലിപ്പീൻസ് ആണ് അവരുടെ 2 സ്റ്റോർ അടുപ്പിച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് 2 സ്റ്റോർ ഉണ്ട്. ആ. ഭയങ്കര സെയിലാണ്, കാര്യങ്ങളാണ്. ഫിലിപ്പീൻസ് ആണ് അവരുടെ കസ്റ്റമേഴ്സ്. ഉം. അവരുടെ ബെസ്റ്റ് സെല്ലർ സാധനമുണ്ട്, ഒരിക്കലും ഒരു മലയാളിക്ക് ഇഷ്ടപ്പെടില്ല. ഉം. മനസ്സിലായോ? അത് ഭയങ്കര സിട്രസി ആയിട്ടുള്ള ഒരു സാധനം മാത്രമാണ്, പക്ഷേ ജനറിക് ആയിട്ട്. പക്ഷെ അവർക്ക് ആ ഒരു ജനറേഷൻ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. ഉം. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് എന്ത് ഉറപ്പിൽ ഈ ആർഡർ റൺ ചെയ്യും. ഉം. നമുക്ക് ഈ ഡാറ്റ നമ്മൾ എടുത്തില്ലെങ്കിൽ, ഈ മാർക്കറ്റ് ഡാറ്റ ഇല്ലെങ്കിൽ, ഈ സെയിൽസ് ഡാറ്റ ഇല്ലെങ്കിൽ അവിടെ ഒരിക്കലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അതായത് കേരളത്തിൽ നിങ്ങൾ പറയുന്നത് കേരളത്തിൽ റൺ ചെയ്യുക, ഉം. ICP ആരാന്ന് ഡിഫൈൻ ചെയ്യുക, എന്നിട്ട് അതേ ഓഡിയൻസ് ദുബായിൽ അല്ലെങ്കിൽ GCC ഉണ്ടോ നോക്കുക. ഉണ്ടോ അല്ല, ഓഡിയൻസ് ചിലപ്പോൾ മലയാളികളെ ഉണ്ടാവുള്ളൂ. ആ. ഞാൻ പറഞ്ഞത് ഈ പ്രോഡക്റ്റിന്റെ യൂസേഴ്സ് അല്ലേ, ആ. യൂസർ ബിഹേവിയർ എന്താണെന്ന് നോക്കുക. യൂസർ PPF ബിഹേവിയർ ക്ലോത്ത്, PPF PPF ക്ലോത്ത് അല്ലേ നമ്മൾ പറയാം, എനിക്കറിയില്ല. അൾട്രാവയലറ്റ് ബ്ലോക്ക് ചെയ്യുന്ന ക്ലോത്ത് ഇല്ല, ആ ആ ഏതായിരുന്നു? യു- ആ. UV ക്ലോത്ത് അല്ലേ, ആ, എന്താണ് അൾട്രാവയലറ്റ് റേസ് ബ്ലോക്ക് ചെയ്യുന്ന ക്ലോത്ത്? ആ നിഹാലിന്റെ. ആ ഓക്കെ. ബ്ലൂ ടൈഗർ Blue Tiger. സൺസ്ക്രീൻ ജാക്കറ്റ്. ഓക്കെ. ആ. അപ്പൊ സൺസ്ക്രീൻ, ബ്ലൂ ടൈഗറിന്റെ സൺസ്ക്രീൻ ജാക്കറ്റിന്റെ സംഭവം നമ്മൾ പറയുകയാണെങ്കിൽ ഉം. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ആ. ഈ പ്രോഡക്റ്റിന്റെ യൂസേഴ്സിന്റെ പെയിൻ പോയിന്റ്സ് എന്താണ്, കംപ്ലൈൻറ്റ്സ് എന്താണ്, ഉം. അവർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഡ്യൂറബിലിറ്റി എന്താണ്, അതിന്റെ വേഴ്സ്റ്റ് സിനാരിയോയിലുള്ള പെർഫോമൻസ് എന്താണ്, ബെസ്റ്റ് സിനാരിയോയിലുള്ള പെർഫോമൻസ് എന്താണ്, സ്വെറ്റ് ഉള്ളവർക്കുള്ള പെർഫോമൻസ് എന്താണ്, സ്വെറ്റ് ഇല്ലാത്തവരുടെ പെർഫോമൻസ് ആണ്. ഉം. ഈ ഡാറ്റ പ്രോപ്പറായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിന് പുതിയൊരു മാർക്കറ്റിലോട്ട് ധൈര്യമായിട്ട് ഇറങ്ങാം. ഉം. അവിടെ എന്ത് സംസാരിക്കണം എന്നുള്ളത് പ്രോപ്പറായിട്ട് നമുക്കറിയാം. ഉം. അവിടെ ആഡ് സ്പെൻഡ് എത്ര വിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഉം. മനസ്സിലായി? നേരെ മറിച്ച് നമ്മളെ കയ്യിൽ ഒരു യുണീക്ക് പ്രോഡക്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും ഏവിയുള്ള പ്രോഡക്റ്റ് ഏരിയ ദുബായ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് ദുബായിലോട്ട് എത്തിയിട്ട് കാര്യമില്ല. അവിടെ ഡെലിവറിക്ക് കോസ്റ്റാ. ഉം. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ പെട്ടെന്ന് പൊട്ടും. ഇപ്പൊ നമ്മൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഡെലിവറി ചെയ്യുന്നത് 11 ദിർഹംസ് ആണ്. ആ. 15 ദിർഹംസ് എത്ര സമയം കൊണ്ട് 15 നിറത്തിൽ ഡെലിവറി ചെയ്ത് കിട്ടും? നെക്സ്റ്റ് ഡേ. ആള് 24 available hours. 24 hours. ആ. ആൾ അവൈലബിൾ ആണെങ്കിൽ നെക്സ്റ്റ് ഡേ. ഒരു മണിക്കൂറിന് ഡെലിവറി ചെയ്യണമെങ്കിലോ 25. 25. ഓക്കെ. ഒരു ആവറേജ് ഡെലിവറി ചാർജാണ് 15 ദിർഹംസ്. ആ. ഇത് ഡെലിവറി ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇവിടെ പിക്ക് ചെയ്താൽ പൈസ കൊടുക്കണം. ഉം. റിട്ടേൺ വന്നു കഴിഞ്ഞാൽ റിട്ടേൺ എടുക്കുക, അടുത്ത 15 കൊടുക്കണം. ഓ. കസ്റ്റമറിന്റെ കയ്യിലുള്ള സാധനം കണ്ട് എടുക്കണ്ടേ, ആ. അതിന് അടുത്ത 15 കൊടുക്കണം. അടപ്പ് വരും. മനസ്സിലായി? ഇത് പഠിക്കാതെ ദുബായിൽ വന്നിട്ട് കാര്യമില്ല. അതിന് ദുബായ് മാർക്കറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് ആഡ്സ് ചെയ്താൽ പോലും ഉം. ഈ പ്രശ്നം വരും. ഓക്കെ. അപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ടെസ്റ്റ് ചെയ്യാം മിനിമം. കറക്റ്റ്. നമുക്കൊരു പാൻ ഇന്ത്യൻ സംഭവം ടെസ്റ്റ്, കാരണം മലയാളിയെ പോലെയല്ല ഉം. മറ്റവര്, അവരെ പോലെയുള്ള ഡൽഹിക്കാർ, അവരെ പോലെയുള്ള ഇന്ത്യക്കാർ, മുംബൈക്കാർ, ഉം. വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ആദ്യം ടെസ്റ്റ് ചെയ്യാം. ഉം. വ്യത്യസ്ത സിനാരിയോസ് നമുക്ക് കിട്ടും ഒരു ഉം. പ്രോഡക്റ്റിന്റെ. ഉം. എന്നിട്ട് ഒരു എക്സ്പാൻഷൻ വേറൊരു കൺട്രിയിലേക്ക്. ദുബായിൽ ഏറ്റവും സുഖാട്ടോ. ഒരു D2C പ്രോഡക്റ്റ് ബേസിൽ സക്സസ് ആണ്. അതിന്റെ യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോഡക്റ്റിന് എല്ലായിടത്തും യൂസേഴ്സ് ഉണ്ടാവും. ഉം. ഇപ്പൊ കപ്പാണെങ്കിലും എല്ലായിടത്തും യൂസേഴ്സ് ഉണ്ടാവും. ഉം. ഈ യൂസേഴ്സിനെ ആ സിറ്റുവേഷൻ അനുസരിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഉം. ആ മാർക്കറ്റിലെ നീഡ് എന്താണ്. ഇപ്പോൾ ഒരു പെർഫ്യൂമിന് ഇവിടെ കിട്ടുന്ന പെർഫോമൻസ് പോരാ അവിടെ. ഉം. അതുകൊണ്ടാണ് മിഡിൽ ഈസ്റ്റ് പെർഫ്യൂംസ് വേൾഡിൽ ഏറ്റവും നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ളത്. കാരണം അവിടെ നല്ല ചൂടുള്ള ഏരിയ ആണ്. ഉം. പെട്ടെന്ന് പെർഫ്യൂംസ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഉം. അതുകൊണ്ട് ഹൈ ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂംസുകൾക്ക് അവിടെ മാർക്കറ്റിൽ ഒരു നീഡ് ഉണ്ട്. ഉം. അതുകൊണ്ട് അവിടെയുള്ള കമ്പനികൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ നിർബന്ധിതരായി. ആ പ്രോഡക്റ്റും കൊണ്ട് ആളുകൾ അവരുടെ നാട്ടിലോട്ട് പോയി യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള പെർഫ്യൂമായിട്ട് എബവ് ആവറേജ് പെർഫോമൻസ് കാഴ്ചവെച്ചു. ഉം. അപ്പോൾ മിഡിൽ ഈസ്റ്റ് അറേബ്യൻ പെർഫ്യൂമുകൾക്ക് ലോകത്ത് ഉം. കിട്ടി. ഉം. ഉം. ഇതാണ് ഇതിന്റെ സ്റ്റോറി. ഓക്കെ. ഇത് മനസ്സിലാക്കാതെ ഇവിടുത്തെ ഒരു പെർഫ്യൂം കൊണ്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ. ഇവിടുത്തെ ഒരു പെർഫോമൻസ് സ്റ്റാറ്റസ് വെച്ചിട്ട് കറക്റ്റ്. കോമൺ സെൻസ് അത് ഞാൻ പറഞ്ഞത്.
ഈ സാധനം കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകാം. അതിന് എന്താണ് അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങൾ കൺസൾട്ടിങ്ങോ കോഴ്സോ എന്താ വെച്ചാൽ എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഡൗട്ട് വന്നു. D2Cയിൽ ക്യുക്കമേഴ്സ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്? ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്ന ഇപ്പോൾ വേറെ ക്ലൈന്റ് ഉണ്ട്, അവർ ഇവിടുന്ന് പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നു. ഓക്കെ, നാട്ടില് PMF ടെസ്റ്റ് ചെയ്തു, നാട്ടില് റിസൾട്ട് കിട്ടി, നല്ല ഒരു ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ആണ് ഇത് അവിടെ കൊടുത്തത്. ഈ പ്രോഡക്റ്റ് അവിടുത്തെ ഒരു പ്രശ്നം എന്താ പറയുക, D2C ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദുബായ് മാർക്കറ്റ്, UAE മാർക്കറ്റ്. അവിടെ സമയത്തിന് നല്ല വാല്യൂ ഉള്ള സംഭവം. രണ്ടാമത്, ആൾക്കാർ എപ്പോഴും റൂമിൽ ഉണ്ടാവില്ല. നമ്മളെ നാട്ടിൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ വാങ്ങാൻ ആരെങ്കിലും ഉണ്ടാവും. കറക്റ്റ്. നമ്മളില്ലെങ്കിലും സാധനം ഡെലിവറി ചെയ്യാൻ മതി. അവിടെ അങ്ങനെയല്ല, നമ്മൾ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓഫീസിൽ കിട്ടേണ്ടി വരും, അല്ലെങ്കിൽ റൂമിലിരിക്കുന്ന സമയത്ത്. ക്യൂക്കമേഴ്സ് എപ്പോഴും അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉള്ള സാധനമാണ്. ഓക്കെ, പക്ഷെ റൈറ്റ് ക്യൂക്കമേഴ്സ് പ്ലാറ്റ്ഫോംസ് നമ്മൾ തിരഞ്ഞെടുക്കണം. കറക്റ്റ്. അത് തിരഞ്ഞെടുക്കണമെങ്കിൽ നോർമൽ മാർക്കറ്റ് പ്ലേസിൽ നമുക്കൊരു പെർഫോമൻസ് വേണം. ഇപ്പോൾ ആമസോൺ ആണ് വിചാരിച്ചു, ഈ ന്യൂണാണ് വിചാരിച്ചു, ന്യൂണിൽ നമ്മൾ നല്ല സെയിൽസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് ന്യൂണിന്റെ 15 മിനിറ്റ്സ് കാറ്റഗറിയിലോട്ട് വിട്ടാൽ മതി, ക്യൂക്കമേഴ്സ് ആയി. ആമസോൺ 15 മിനിറ്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്, അതിലിപ്പോ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രൊഡക്ട്സ്. അപ്പോൾ അവിടെയും കൊടുത്താൽ മതി. പിന്നെ അതിന് പുറമെ ക്യൂക്കമേഴ്സ് ഡെലിവറി ചെയ്യുന്ന 3PL പ്ലാറ്റ്ഫോംസ് ഉണ്ട്, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് ഉണ്ട്. ക്യൂക്കമേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഡെലിവറി, അതായത് നിങ്ങൾ ഓർഡർ വന്ന ഉടനെ അവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുള്ള ടെക്സ്റ്റാക്ക് നമ്മൾ ഉണ്ടാക്കി ഷോപ്പിഫൈക്കില്ല rootmyorder.com. അപ്പൊ അത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി നിങ്ങൾക്ക് ഇതിന്റെ അകത്തേക്ക് പാസ് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഓർഡർ ആ തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സിലേക്ക് പാസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ളത്. പിന്നെ ഒരു മൾട്ടി മാർക്കറ്റ് പ്ലേസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, യൂണികോമേഴ്സ് പോലെയുള്ള, സിറ്റ് കൊമേഴ്സ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവരാകുമ്പോൾ നമ്മുടെ ഷോപ്പിഫൈ പ്ലാറ്റ്ഫോമും ആമസോണും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാം, എല്ലാം ഇതിലോട്ട് ഇന്റഗ്രേറ്റ് സിംഗിൾ ഇൻവെന്ററി ആയിട്ട്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 20 സ്റ്റോക്ക് ആണെങ്കിൽ 20 സ്റ്റോക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും 20 ആയിട്ട് തന്നെ വാങ്ങിക്കാം. അതിൽ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും പറയും. യൂണികോമേഴ്സ് അപ്പോൾ ദുബായിലും ഉണ്ട്, അത് ക്ലയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ഇൻവെന്ററി മാനേജ്മെന്റ്, ഇതൊക്കെ ആണ് ഒരു മാർക്കറ്റ് എക്സ്പാൻഷനിലോട്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇതിന്റെ അകത്ത് ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ പോഡ്കാസ്റ്റിന് പുറമെ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന കുറേ ഓഡിയൻസ് നമുക്കുണ്ട്. ഒന്ന്, നമുക്കൊരു പെയ്ഡ് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ അകത്ത് കേരളത്തിലെ ഓൺലൈൻ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റോർ ഓണേഴ്സ്, മാർക്കറ്റേഴ്സ്, ടെക് എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ് ഒക്കെ ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് അത്. 2, ഓൺലൈൻ സ്റ്റോർ എങ്ങനെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം എന്നൊരു കോഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. 3, നമുക്ക് ഏത് എക്സ്പേർട്സ്, നമ്മളെ പോഡ്കാസ്റ്റിൽ വന്ന ഏത് എക്സ്പേർട്സ് ആയിട്ട് നിങ്ങൾക്ക് 1-on-1 മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. 4, ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. AI എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്നത്? പൊതുവെ AI യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്, യൂസ് ചെയ്യേണ്ടാത്ത സ്ഥലങ്ങളും ഉണ്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ചില കാറ്റഗറി ഇപ്പം നേരത്തെ പറഞ്ഞ പിക്കിൾസിന്റെ റെഡ്യൂ, അവർക്ക് സ്റ്റാർട്ടിങ്ങിൽ വാട്സപ്പ് API ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരുന്നു അവർക്ക് സെയിൽ വരാതിരുന്നത്. വാട്സാപ്പ് API ഉണ്ടായതുകൊണ്ടോ? ലൈക്ക് എക്സ്പ്ലെയിൻ. AI അല്ല, പക്ഷെ ഒരു ഓട്ടോമേഷൻ സിസ്റ്റം, ചാറ്റ് ബോട്ട് ഉണ്ടായിരുന്നു. ചാറ്റ് ബോട്ടായിരുന്നു ഓർഡർ മാനേജ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ആദ്യം അത് സ്റ്റോപ്പ് ചെയ്ത് അതിന് പകരം ഹ്യൂമൻ ഇന്ററാക്ഷൻ കിട്ടും, അത് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് കിട്ടും. കാരണം ഞാനവിടെ കസ്റ്റമറിന്റെ ബിഹേവിയർ ആണ് നോക്കിയത്, ഇവരെ പണി എളുപ്പമാവോ ഇല്ലേ എന്നുള്ളതല്ലേ നോക്കിയത്. ഓക്കെ, ഫസ്റ്റിൽ ആള് റിസൈൻ ചെയ്ത്, ജോലി റിസൈൻ ചെയ്ത് ആള് മാനേജ് ചെയ്ത് 2 മാസം ആള് ജോലി റിസൈൻ ചെയ്തിട്ട് ആളിത് മാനേജ് ചെയ്ത് ആള് മനസ്സിലാക്കി ഹ്യൂമൻ ഇന്ററാക്ഷൻ വേണം എന്നുള്ളത്. കാരണം പ്രോഡക്റ്റ് മലയാളിയാണ്, അച്ചാറാണ്, സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. കറക്റ്റ്. വോയിസിൽ കിട്ടേണ്ടി വരും, കോൾ ചെയ്യേണ്ടി വരും. അതെ, ഈ പ്രോഡക്റ്റിന്റെ ഡിസിഷൻ ജേർണി ഇങ്ങനെയാണ്, സിരിജ മാപ്പിംഗ് ഇങ്ങനെ. അതെ, അവിടെ കൊണ്ടിട്ട് നമ്മൾ ചാറ്റ് ബോട്ട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ മാറ്റിച്ചു. എന്നിട്ട് ടെലി സെയിൽസ് ഒരാളെ വെച്ചു, 2 ആളെ വെച്ചു, സെയിൽ കൂടി, കൺവേർഷൻ കൂടി, പിന്നെ ചാറ്റിൽ കൺവേർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും ആഡ് ഒപ്റ്റിമൈസ് ചെയ്ത് ഇങ്ങനെയുള്ള ആളുകളിലോട്ട് കാണിക്കാൻ തുടങ്ങിയിട്ട് ആഡ് മനസ്സിലാക്കി ആരാ കൺവേർട്ട് ആവാന്ന് മനസ്സിലായി.
ഇതിങ്ങനെ ഇടയിടെ വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തു. ഉം. വെബ്സൈറ്റിൽ ലോഞ്ച് ചെയ്തപ്പോൾ വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരെത്തി. ഉം. വെബ്സൈറ്റിലൂടെ ഓർഡർ ചെയ്യുന്ന ആൾക്കാരിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉം. വെബ്സൈറ്റിൽ നിന്ന് വാട്സപ്പിലോട്ട് വരുമല്ലോ, ഉം. അവർക്ക് AI ടൂള് ഉം. ചിലപ്പോൾ നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുള്ള AI ടൂളുണ്ട്. ഉം. അപ്പൊ അത് വെച്ചാ ഇങ്ങനെ ഒരു ഓക്കെ. സംഭവം. ഇതൊരു AI സംഭവമാണ്, കസ്റ്റമർ സപ്പോർട്ട്. അതെ. പിന്നെ ആഡ്സ് മാനേജ്മെന്റിൽ കുറച്ച് AI ഏജന്റും കാര്യങ്ങളൊക്കെ ഉം. യൂസ് ചെയ്യാം. ഉം. അത് ആഡ് ചെയ്യുന്നവരുടെ ഇഷ്ടമാണ്. ആ. അവർക്കത് വേണോ, അവർക്കത് ഓട്ടോമേറ്റ് ചെയ്യണോ, അതല്ല അവർക്കത് മാനുവൽ ആയിട്ട് ഇരിക്കണം. ഉം. ഞാനിപ്പോഴും അതിന്റെ കാര്യത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ പറ്റുന്നിടത്തൊക്കെ യൂസ് ചെയ്യാം. ഉം. ഓക്കെ, പക്ഷെ യൂസ് ചെയ്യുന്നത് ഒരു കോമൺ സെൻസിൽ യൂസ് ചെയ്യാം. ഉം. ചിലപ്പോൾ നമ്മൾ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങൾ ഒരു AI ഇരുന്നിട്ട് AI മനസ്സിലാക്കിക്കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഉം. ഈ ഇൻസൈറ്റ് എവിടെയാണ് ഉപകാരപ്പെടുക അവിടെ ചിലപ്പോൾ നമ്മൾ മാനുവൽ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഉം. അവിടുത്തെ ഇൻസൈറ്റ് ഉം. ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. ഉം. ഫോർ എക്സാമ്പിൾ ഒരു ഓർഡർ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇങ്ങനെ ഇൻവെന്ററി മാനേജ്മെന്റിലൊക്കെ AIകളുണ്ട്. അവിടെ നമുക്ക് AIs എടുക്കാം. കാരണം അവിടെ മാൻ പവർ ആവശ്യമുള്ള സാധനമാണ്. അവിടെ മാൻ പവർ അങ്ങനെ പോയിക്കോട്ടെ. അതെ. പക്ഷെ ഒരു മാർക്കറ്റിംഗ് ഇന്റലിജൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു റൈറ്റ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഒരു AI ഏജന്റ് തരുന്ന സ്ട്രാറ്റജി ഉം. ആ AI ഏജന്റ് ബിൽഡ് ചെയ്തിട്ടുള്ള ആ ഒരു കൺട്രിയുടെയോ ഉം. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബേസിക് തോട്ട് പ്രോസസ്സ് വെച്ച് ബിൽഡ് ചെയ്തായിരിക്കും. ഉം. അതേപോലെ ആവില്ല നമ്മുടെ ഓഡിയൻസ് വർക്ക് ചെയ്യുന്നത്, ഉം. ചിന്തിക്കുന്നത്. ഉം. അപ്പൊ അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം വർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ക്രിയേറ്റീവ്സിൽ AI യൂസ് ചെയ്ത് നോക്കി? യൂസ് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്, ചെയ്യുന്നുണ്ട്, ആ. ചെയ്യാറുമില്ല, ചില ഇതിൽ ചെയ്യാറുമില്ല. ഓക്കെ. ഡിപ്പെൻഡിങ് അപ്പോൺ ദ ക്ലയന്റ് ഓൺ ദ പ്രൊഡക്റ്റ്. പ്രോഡക്റ്റ് യൂസർ ബിഹേവിയർ ഇത് മാത്രം വെച്ചിട്ട് എബി ടെസ്റ്റ് ചെയ്യാം ബേസിക്കലി, വിത്ത് AI വിത്തൗട്ട് AI. വിത്തൗട്ട് AI. ഉം. പ്ലാറ്റ്ഫോമിന് ഇഷ്ടം AI വീഡിയോസാണ്. കാരണം പ്ലാറ്റ്ഫോമിൽ AI വീഡിയോസ് കൂടി കഴിഞ്ഞാലാണ് ആ. ഇവർക്കൊക്കെ AI ടൂൾസ് ഉണ്ട്. അതെ, ഒരിക്കൽ നോക്കണല്ലോ. ആ. അപ്പൊ ഇതിനോടുള്ള ട്രസ്റ്റ് സ്കോർ ബിൽഡ് ചെയ്യണം. ഉം. അപ്പൊ അവർ AI വീഡിയോസ് നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഉം. അതിന്റെ അർത്ഥം അതിന് സെയിൽ കിട്ടിക്കൊള്ളണമെന്നില്ല. നല്ല ഇംപ്രഷൻ കാണിക്കും. ഉം. പക്ഷെ നമുക്ക് തോന്നുകയാണ് ഇപ്പോൾ ആസ് എ കസ്റ്റമർ എനിക്ക് തോന്നുകയാണ് ഇതിപ്പോ ഈ പ്രോഡക്റ്റിന് മാച്ച് അല്ല, അല്ലെങ്കിൽ ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പെർഫ്യൂമിൽ AI നന്നായിട്ട് യൂസ് ചെയ്യും. ഫസ്റ്റ് ഫണല് ടോപ്പ് ഓഫ് ദ ഫണൽ AI നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. AI വീഡിയോസ് മാക്സിമം അവയർനെസ് ബിൽഡ് ചെയ്യാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ബോട്ടം ഫണലിൽ AI ഇല്ല. ഉം. അവിടെ UGC, സ്റ്റാറ്റിക് ആഡ്സ്, ഉം. സെയിൽ ആഡ്സ്, ഈ സംഭവങ്ങളാണ്. കാരണം അവനോടൊപ്പം AIന്റെ ആവശ്യമില്ല. കറക്റ്റ്. അവിടെ സെയിൽ ആഡ്സ് പറയുന്നിടത്ത് AI വെച്ചിട്ടുള്ള ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യാം, നമുക്ക് മാൻ പവറിന്റെ ആവശ്യമില്ല. പക്ഷെ ഞാൻ പേഴ്സണലി സെലക്ട് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ, മാക്സിമം മാനുവൽ വെരിഫിക്കേഷൻ നടത്തിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈ മണി അല്ല, ഏത് AI വന്നാലും വന്നില്ലെങ്കിലും എബി ടെസ്റ്റ് ചെയ്യാം. AI ആണ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ AI ഡിപ്ലോയ് ചെയ്യാം, അല്ലെങ്കിൽ ബെറ്റർ ഡിപ്ലോയ് ചെയ്യാം. എബി ടെസ്റ്റ് ചെയ്യണം, അല്ലാണ്ട് AI വന്ന് പറഞ്ഞിട്ട് AI പോയി കെട്ടിപ്പിടിക്കരുത്, എടുക്കരുത്. അതേ പറഞ്ഞ ഇത് പല ഓണേഴ്സും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ആഡ് ഉണ്ടാക്കി, ഇങ്ങനെ ആഡ് ഉണ്ടാക്കി. കറക്റ്റ്. നിങ്ങൾ ആഡ് ചെയ്തിന്റെ അത്ര രസമില്ലല്ലോ. കറന്റില് ഞാൻ രസം മാത്രം പോരാലോ, പോരാ, സെയിൽസ് വേണ്ടേ, പ്രോഫിറ്റ് വേണ്ടേ. ഇന്നിപ്പോ ഞാൻ ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഒരു ക്ലയന്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ അപ്പൊ അവരുടെ ആഡ്സ് സ്നാപ്ചാറ്റ് ആഡ്സ് ആണ്. സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇ കൊമേഴ്സ് അല്ലാണ്ട്. പക്ഷെ അവർക്ക് ഏറ്റവും അഗ്ലി ആഡ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. ആ ഇൻഡസ്ട്രി എങ്ങനെയാണ്? കറക്റ്റ്. അഗ്ലി ആഡ്സ്, ആ ഓഡിയൻസും അഗ്ലി ആഡ്സ് ആണ് ഇഷ്ടം. ജസ്റ്റ് ഒരു വീഡിയോ, അതിന്റെ മേലെ എന്തെങ്കിലും കുത്തി വരച്ച് എഴുതിയ, അഥവാ നമ്മള് സ്റ്റോറിയില്, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി, അതിൽ നമ്മൾ ഒരു വീഡിയോ വെച്ച് നമ്മൾ ടൈപ്പ് ചെയ്യൂലേ, ആ സാധനം, ആ വീഡിയോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് ആഡ് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഇപ്പൊ AI-നോട് ചോദിച്ചാൽ എന്ത് ചെയ്തിട്ട് നല്ല സൂപ്പർ ആഡ് ഉണ്ടാക്കി മനസ്സിലായി, വർക്കാവില്ല. ഓക്കെ, ഫൈൻ. എനിക്ക് തോന്നുന്നത് ഒരു സ്കെയിലപ്പ് വേർഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായ ഒരു ധാരണ, ഐഡിയ കൊടുത്തു. ഐഡിയ പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരാളും പോയി കുഴിയിൽ ചാടരുത്. കറക്റ്റ്. ആവശ്യമുള്ളിടത്തൊക്കെ കൺസൾട്ടന്മാരെ ഉപയോഗിക്കുക, ഏജൻസികളെ ഉപയോഗിക്കുക. സ്വന്തം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അറിഞ്ഞു കണ്ട് മാത്രം ചെയ്യാം. കറക്റ്റ്. നിങ്ങൾ D2C ഫൗണ്ടർ ആയി എന്നുള്ളതുകൊണ്ട് നിങ്ങളൊരു റൈറ്റ് ബിസിനസ് ആക്ടിവിറ്റിയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതായത് ബേസിക്കലി നിങ്ങൾ കുഴി ചാടാണ്ടിരിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഞങ്ങളെ ബിസിനസ് വളർത്താൻ പറ്റുള്ളൂ. അവിടെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാല് ആരും കഴിച്ചില്ല. നിങ്ങൾ വളർന്നാൽ നമുക്ക് വളരാം. ആദ്യത്തെ സ്റ്റേജ് നിങ്ങൾ കടന്നു വരണം, അപ്പൊ നമുക്ക് ഒന്നിച്ച് ബിൽഡ് ചെയ്യാം. കറക്റ്റ്. അതാണ് ഇതിന്റെ സംഭവം. അപ്പോഴേ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ കമ്മിങ് അഗെയിൻ. അപ്പൊ അടുത്തത് നമ്മള് 10 കോടി നമ്മൾ ഒരു ബ്രാൻഡിന് എത്തിച്ചിട്ട് വീണ്ടും ഇരിക്കും.